الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, സൂറത്തു സുമറിലെ 6ാമത്തെ സൂക്തമാണ് ഇനി നമുക്ക് വായിക്കാനുള്ളത്. خلقكم من نفس واحدة ثم جعل منها زوجها وأنزل لكم من الأنعام 8 أزواج يخلقكم في بطون أمهاتكم خلقا من بعد خلق في ظلمات 3 ذلكم الله ربكم له الملك لا إله إلا هو فأنا تصرفون. ബാക്കിയുണ്ടോ? അലാ ഹുവൽ അസീസുൽ ഗഫാർ. അലാ ഹുവൽ അസീസുൽ ഗഫാർ തൊട്ട് മുമ്പത്തെ സൂക്തത്തിലെ അലാ ഹുവൽ അസീസുൽ ഗഫാർ വായിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോ പുതിയ ആയത്തുമായിട്ട് ഇതിനെ ബന്ധിപ്പിച്ചുകൊണ്ടാണ്. പുതിയ ആയത്ത് 5ാമത്തെ ആയത്തിന്റെ ഒരു അനുബന്ധമാണ്. അതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അസീസാണ്, ഗഫാറാണ് എന്ന് പറഞ്ഞിട്ടാണ് അവസാനിപ്പിച്ചത് 5ാമത്തെ ആയത്ത്. അള്ളാഹുവിന്റെ ഇസ്സത്തിനെ സംബന്ധിച്ചുള്ള ഒരു വിശദീകരണമായിട്ടാണ് 6ാമത്തെ ആയത്ത് വന്നിട്ടുള്ളത്. ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദത്തിൻ, അവൻ നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു. അവൻ നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു. ഖലഖ അതിന്റെ ഫാഇല് ളമീർ മുസ്തതിർ, തഖ്ദീറുഹു ഹുവ യഊദു അൽ അസീസുൽ ഗഫാർ എന്ന് പറഞ്ഞ അസീസിലേക്ക് പോകും. അസീസുൽ ഗഫാറുമായിട്ടുള്ള അള്ളാഹ്, അവൻ നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു എന്നായിരിക്കും അപ്പൊ അതിന്റെ അർത്ഥം. നിങ്ങളെ അള്ളാഹു സൃഷ്ടിച്ചത് ഏതിൽ നിന്നാണ്? മിൻ നഫ്സിൻ വാഹിദത്തിൻ, ഒരേ ഒരാത്മാവിൽ നിന്നാണ്. നഫ്സ്, ആത്മാവ്. ആത്മാവ് എന്ന് ഇങ്ങനെ പറയുമ്പോ ഒരു മനുഷ്യന്റെ അസ്തിത്വത്തെ മൊത്തം ഉദ്ദേശിക്കും. ആ അർത്ഥത്തിലാണ് ഇവിടെ നഫ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചില സന്ദർഭങ്ങളിൽ നഫ്സ് എന്ന് പറയുമ്പോൾ ഒരാളുടെ ആത്മാവ് എന്ന് നമ്മൾ പറയുന്ന സോൾ എന്നുള്ള അർത്ഥത്തിൽ അങ്ങനെ ഉദ്ദേശിക്കും. ഇവിടെ ഒരു വ്യക്തി, ആ വ്യക്തിയുടെ അസ്തിത്വം എന്ന അർത്ഥത്തിലാണ് ഉദ്ദേശിക്കുന്നത്. മിൻ നഫ്സിൻ വാഹിദത്തിൻ, ഒരേ ഒരു ആത്മാവിൽ നിന്നാണ് അള്ളാഹു നിങ്ങളെ സൃഷ്ടിച്ചത്. ഭൂലോകത്ത് കാണുന്ന മുഴുവൻ മനുഷ്യരെയും അള്ളാഹു സൃഷ്ടിച്ചത് ഒരേ ഒരു ആത്മാവിൽ നിന്നാണ്. അതെങ്ങനെ? അള്ളാഹു ആദമിനെ സൃഷ്ടിച്ചു. ആദമിനെ സൃഷ്ടിച്ചത് അള്ളാഹു അവന്റെ 2 കൈകൾ കൊണ്ടാണ്.
ഖലഖ്തു ബിയദയ്യ, എന്റെ 2 കൈകൾ കൊണ്ട് ഞാൻ സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് ഖുർആനിൽ അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. അത് ആദമിനുള്ള ഒരു തക്രിമത്താണ്, ആദരവാണ്. അത് ആദമിനെ സൃഷ്ടിച്ചിട്ടുള്ളത് മിൻ തുറാബ്, മണ്ണിൽ നിന്നാണ്. മണ്ണ് എന്ന് പറഞ്ഞാൽ അത് കറുത്ത കളിമണ്ണിൽ നിന്നാണ്. കറുത്ത കളിമണ്ണ് തീൻ, ആ കളിമണ്ണ് ലാസിബ്, പശിമയുള്ള മണ്ണാണ്. അത് ഉണങ്ങിക്കഴിഞ്ഞാൽ അതിൽ മുട്ടിയാൽ ശബ്ദമുണ്ടാകുന്ന കളിമണ്ണാണ്. ആ കളിമണ്ണിൽ നിന്ന് എങ്ങനെ സൃഷ്ടിച്ചു? അതിന്റെ മിൻ സുലാലത്തിൻ മിൻ തീൻ, കളിമണ്ണിന്റെ ക്വിൻറ്റസെൻസിൽ നിന്നാണ്, അതിന്റെ സത്തിൽ നിന്നാണ്. അത്രയും കാര്യങ്ങൾ അള്ളാഹു അത് വിശദീകരിച്ചിട്ടുണ്ട്. മണ്ണിൽ നിന്ന്, കളിമണ്ണിൽ നിന്ന്, കറുത്ത പശിമയുള്ള കളിമണ്ണിൽ നിന്ന്, ഉണങ്ങിയാൽ മുട്ടുമ്പോൾ ശബ്ദമുണ്ടാക്കുന്ന കളിമണ്ണിൽ നിന്ന്, ആ കളിമണ്ണിന്റെ സത്തിൽ നിന്ന് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചു, ആദമിനെ സൃഷ്ടിച്ചു. ആദമിനെ അള്ളാഹുവിന്റെ 2 കൈ കൊണ്ട് അള്ളാഹു സൃഷ്ടിച്ചു. പിന്നെ ആദമിനെ സൃഷ്ടിച്ചിട്ട് പിന്നെ ആദമിൽ നിന്നാണ് ഹവ്വാഇനെ സൃഷ്ടിക്കുന്നത്. അത് സൂറത്തുൽ നിസാഇന്റെ തുടക്കത്തിലുള്ള ആയത്തിൽ അള്ളാഹ് വ്യക്തമായി തന്നെ പറഞ്ഞു, യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കും അല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദത്തിൻ വഖലഖ മിൻഹാ സൗജഹ. നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിക്കണം. അല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ, നിങ്ങളെ ഒരാത്മാവിൽ നിന്നാണ് അള്ളാഹു സൃഷ്ടിച്ചത്. വഖലഖ മിൻഹ, ആ ആത്മാവിൽ നിന്ന് അഥവാ ആദമിൽ നിന്ന് അള്ളാഹു സൃഷ്ടിച്ചു. സൗജഹ, ആദമിന്റെ ഇണയെ സൃഷ്ടിച്ചു. വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅൻ, പിന്നീടുണ്ടായ ആളുകൾ, മനുഷ്യമക്കൾ, അവര് മിൻഹുമ, ആദമിൽ നിന്നും ആദമിന്റെ ഇണയായ ഹവ്വായിൽ നിന്നുമാണ്. ഇതാണ് അതിന്റെ ക്രമം. അപ്പൊ മനുഷ്യരെ എങ്ങനെ വന്നു എന്നുള്ളത് അള്ളാഹ് ഖുർആനിൽ നമുക്ക് പറഞ്ഞു തന്നത് ഇത്രയും കാര്യങ്ങളാണ്. ആദ്യം ആദമിനെ സൃഷ്ടിച്ചു. അത് അള്ളാഹുവിന്റെ 2 കൈകൾ കൊണ്ട് സൃഷ്ടിച്ചു. സൃഷ്ടിച്ചത് മണ്ണിൽ നിന്ന്, അതും തീന്, കളിമണ്ണിൽ നിന്ന്. തുറാബ് എന്ന് പറഞ്ഞു, അത് കുറച്ചും കൂടി ജനറിക് ആണ്. കുറച്ച് പർട്ടിക്കുലർ ആയിട്ട് പറയുമ്പോൾ തീനിൽ നിന്നാണ്. തീന് കളിമണ്ണാണ്. അത് പശിമയുള്ള കറുത്ത കളിമണ്ണാണ്, തീനുൽ ലാസിബാണ്. അത് തന്നെയും ഉണങ്ങിയാൽ മുട്ടി നോക്കുമ്പോൾ ശബ്ദമുണ്ടാകുന്ന തരത്തിലുള്ള കളിമണ്ണാണ്. ആ കളിമണ്ണ് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന്, കളിമണ്ണിന്റെ സത്തിൽ നിന്നാണ്. മിൻ സുലാലത്തിൻ മിൻ തീൻ, സുലാലത്തിൽ നിന്നാണ്. അതിൽ നിന്ന് അള്ളാഹു ആദമിനെ സൃഷ്ടിച്ചു. പിന്നെ ആദമിൽ നിന്ന് ആദമിന്റെ ഇണയെ സൃഷ്ടിച്ചു. ഹവ്വായിനെ സൃഷ്ടിച്ചത് നേരെ കളിമണ്ണിൽ നിന്നല്ല, കളിമണ്ണിൽ നിന്ന് സൃഷ്ടിച്ച ആദമിൽ നിന്ന് സൃഷ്ടിച്ചു. പിന്നെ ബാക്കിയുള്ളവരൊക്കെ അവരുടെ മക്കളായിട്ട്, അവരുടെ പ്രോജനിയായിട്ട്, അവരുടെ വംശത്തിൽ പിറന്നിട്ടുള്ള, അവരിൽ നിന്നുണ്ടായിട്ടുള്ള മക്കളായിട്ടാണ് ബാക്കിയുള്ളവരെ ഉണ്ടാക്കിയത്. വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ വത്തഖുല്ലാഹ അല്ലദീ തസഅലൂന ബിഹി വൽ അർഹാം. അതുകൊണ്ട് അള്ളാനെ നിങ്ങൾ സൂക്ഷിക്കണം. യാതൊരുവരെ മുൻനിർത്തിയാണോ നിങ്ങൾ ചോദിക്കുന്നത്, ആ അള്ളാനെ സൂക്ഷിക്കണം. വൽ അർഹാം, നിങ്ങൾ അർഹാം സൂക്ഷിക്കണം. പിന്നുള്ള എല്ലാ മനുഷ്യന്മാരെയും അള്ളാഹ് സൃഷ്ടിക്കുന്നത് ആദമിനെ സൃഷ്ടിച്ചതുപോലെ പിന്നെ സൃഷ്ടിച്ചിട്ടുള്ളത് ഈസാ നബിയെ മാത്രമാണ്. ബാക്കിയുള്ള എല്ലാവരെയും അള്ളാഹ് സൃഷ്ടിച്ചിട്ടുള്ളത് മിൻ നുത്ഫ, സുമ്മ മിൻ അലഖ, സുമ്മ മിൻ മുദ്ഗ, മുഖല്ലഖ വഗൈരി മുഖല്ലഖ. പിന്നെ നുത്ഫത്തിൽ നിന്നാണ്. നുത്ഫത്ത് എന്ന് പറഞ്ഞാൽ അത് പുരുഷന്റെ ബീജത്തിനാണ് നുത്ഫ എന്ന് മാത്രം പറയാം. അങ്ങനെ പുരുഷന്റെ ബീജം മാത്രമല്ല, മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലി, മിക്സഡ് ഡ്രോപ്പിൽ നിന്നാണ്. മിക്സഡ് ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ പുരുഷന്റെ ബീജവും സ്ത്രീയുടെ അണ്ടവും
കൂടിച്ചേർന്നിട്ടുള്ള ബീജസങ്കലനം നടന്നിട്ടുള്ള സൈഗോട്ടിനാണ് നതുഫത്തുൻ അംശാജ് എന്ന് പറഞ്ഞത്. എത്ര പർട്ടിക്കുലർ ആയിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഖുർആൻ പറഞ്ഞു പോയിട്ടുള്ളത്. മിൻ നതുഫത്തിൻ അംശാജിൻ നബ്തലി ഫജഅൽനാഹു സമീഅൻ ബസീറ. പുരുഷനിൽ നിന്നും സ്ത്രീയിൽ നിന്നും ആ നുത്തുഫത്തിൽ നിന്ന് നുത്തുഫത്തിൽ തന്നെ അംശാജ് നുത്തുഫത്തിൽ അംശാജ് എന്ന് പറഞ്ഞാൽ ഇത് പുരുഷന്റേതും സ്ത്രീയുടേതും കൂടി കലർന്നുണ്ടാകുന്ന, അതിന് സാധാരണ മെഡിക്കൽ ടേമിൽ ഇവര് പറയാ മിക്സഡ് ഡ്രോപ്പ് എന്ന് തന്നെയാ പറയാം. അതാണ് അതിന്റെ രസം. ഖുർആനിന്റെ ടേമുമായിട്ട് യോജിക്കും പിന്നെ ശാസ്ത്രത്തിൻ്റെത്. മനുഷ്യരുടേതല്ലാത്ത ഈ അവസ്ഥക്കൊക്കെ സൈഗോട്ട് എന്ന് പറഞ്ഞു പോകും. പക്ഷെ മനുഷ്യന്റേത് വരുമ്പോ കൃത്യമായി അതിന്റെ ശാസ്ത്രത്തിൽ പറയുമ്പോൾ എന്തുകൊണ്ടോ യാദൃശ്ചികമായിട്ട് ഖുർആനിന്റെ വാക്കുമായിട്ട് ഒപ്പിച്ചിട്ടാണ് സാധാരണ ഇതിൽ പറഞ്ഞു വരുന്നത്. അവിടെ മിക്സഡ് ഡ്രോപ്പ് എന്നേ പറയും. പിന്നെ അതിന്റെ ലേറ്റസ്റ്റ് സ്റ്റേജിലേക്ക് പോകുമ്പോൾ മാത്രമേ സൈഗോട്ട് എന്ന് പറയുന്നുള്ളൂ. ഖുർആനിൽ പറഞ്ഞതും അങ്ങനെ തന്നെയാണ്. ഇന്നാ ഖലഖ്നൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജ്. അപ്പൊ ഖുർആൻ പോലെ ശാസ്ത്രത്തിനനുസരിച്ചിട്ട് അങ്ങനെ ഒത്തുന്നല്ല. ഖുർആനിൽ പറഞ്ഞിട്ടുള്ള ഈ യാഥാർത്ഥ്യത്തോട് വളരെ യാദൃച്ഛികമായി ഈ ശാസ്ത്രം എന്ന് പറയുന്ന സാധനത്തിലെ വാക്കുകൾ അത് ഒത്തുവന്നിട്ടുണ്ട് എന്നർത്ഥം. അതുകൊണ്ട് ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദത്തിൻ, ഒരേ ഒരു മനുഷ്യനിൽ നിന്നാണ്, ഒരാത്മാവിൽ നിന്നാണ് അള്ളാഹ് ഈ കാണുന്ന മുഴുവൻ മനുഷ്യരെയും നിങ്ങളെ മുഴുവനെയും പഠിച്ചത്. സുമ്മ ജഅല മിൻഹാ സൗജഹ, സൂറത്തു നിസായിൽ പറഞ്ഞിട്ടുള്ള അതേ കാര്യം തന്നെ ഇവിടെ ആവർത്തിച്ചു. സുമ്മ ജഅല, പിന്നെ അള്ളാഹു ഉണ്ടാക്കി. ജഅല എന്നുള്ള വാക്കിന് അങ്ങനെ ഒരു അർത്ഥമുണ്ട് കേട്ടോ. ജഅലക്ക് ആക്കി, അങ്ങനെയുണ്ട്. അതിനെ ഉണ്ടാക്കി, അൻഷ എന്നുള്ള അർത്ഥത്തിൽ ജഅല ഉപയോഗിക്കും. ആ അർത്ഥത്തിലാണ് ഇവിടെ വന്നിട്ടുള്ളത്. അൻഷ, പിന്നെ അവൻ ഉണ്ടാക്കി. ജാലിന്റെ ഫായില് ലമീർ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. മിൻഹ എന്ന് പറയുന്ന ആ ഹ എന്ന ലമീർ മടങ്ങുന്നത് നഫ്സിലേക്കാണ്. നഫ്സ് മുഅന്നസാണ്, സമാനിയായ മുഅന്നസാണ്. അതുകൊണ്ടാണ് സൗജഹ. ആ സുമ്മ ഖലഖ മിൻഹ, പിന്നീട് ആ നഫ്സിൽ നിന്നും അള്ളാഹ് ഉണ്ടാക്കി. സൗജഹ, ആ നഫ്സിന്റെ ഇണയെ ഉണ്ടാക്കി. ഏറ്റവും പുരോഗമനപരമാണ് ഖുർആനിന്റെ ഭാഷ, ഖുർആനിന്റെ സമീപനം. ഇതിപ്പോ ഭാര്യ ഭർത്താവ് എന്നൊക്കെ പറയുന്നതിനോട് വിയോജിപ്പുണ്ട് പലർക്കും. അങ്ങനെ, പക്ഷെ അതിൽ വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ ഖുർആനിൽ പ്രയോഗിച്ചിട്ടുള്ളത് ഇണ എന്ന് മാത്രമാണ്. സൗജ് എന്ന് പറഞ്ഞാൽ നമ്മളതിന് മലയാളത്തിൽ ഭാര്യ എന്ന് പറയുന്നുള്ളൂ. സംഗതി എന്താന്ന് പറഞ്ഞാൽ പേറാണ്, സ്പൗസാണ്, ഇണയാണ്. അതിനാണ് ഏറ്റവും കൃത്യമായിട്ട് ആ വാക്ക് യോജിക്കുക. അത് ആണിനും പെണ്ണിനും ഒരുപോലെ സൗജ് പറയും. നമുക്കത് പെണ്ണാണ്, ഇണ പെണ്ണ് എന്ന് സൂചിപ്പിക്കേണ്ടി വരുമ്പോൾ മാത്രമാണ് നമ്മൾ സൗജത്ത് ചേർക്കുന്നത്, അല്ലെങ്കിൽ സൗജാണ്. അപ്പോ അവനാണ് ഒരാത്മാവിൽ നിന്ന് നിങ്ങളെ മുഴുവനും സൃഷ്ടിച്ചത്. സുമ്മ ജഅല മിൻഹ, പിന്നെ അതേ ആത്മാവിൽ നിന്ന് അവൻ ഉണ്ടാക്കി. സൗജഹ, ആ ആത്മാവിന്റെ ഇണയെ ഉണ്ടാക്കി. അഥവാ ആദമിൽ നിന്ന് സൃഷ്ടിച്ചു. ആദമിൽ നിന്ന് ആദമിന്റെ ഇണയായ ഹവ്വായിനെ സൃഷ്ടിച്ചു. വഅൻസല ലക്കും മിനൽ അൻആമി സമാനിയത അസ്വാജിൻ. വഅൻസല ലക്കും, അവൻ നിങ്ങൾക്ക് ഇറക്കി തന്നു. ഇവിടെ ഇറക്കി എന്ന് പറഞ്ഞാൽ പല സ്ഥലങ്ങളിലും അൻസല എന്ന് പറയുന്നിടത്ത് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ് ആ കാര്യം ഉണ്ടാകുന്നത്. അതുകൊണ്ട് എന്താന്ന് ചോദിച്ചാൽ അത്തരം കാര്യങ്ങൾക്കൊക്കെ അൻസല എന്ന് പറയും. ഈ സൃഷ്ടിപ്പ് ഉണ്ടാകുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അംറ് പ്രകാരമാണ്. അലാ ലഹുൽ ഖൽഖു വൽ അംറു, ഖൽഖും അംറും അള്ളാഹുവിന്റേതാണ്. അപ്പൊ ഇവിടെ ഒരു സൃഷ്ടി ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. ഇവിടെ ഒരു കാര്യം ഉണ്ടാകണം, സൃഷ്ടിക്കണം എന്ന് ഉദ്ദേശിച്ചാൽ അള്ളാഹു കുൻ എന്ന് പറയുന്ന ഒരു കൽപ്പന, ഒരു ഉത്തരവ് അവിടെ നിന്ന് ഇറക്കുകയാണ്. അത് അങ്ങ് തരം വസ്തുതകൾ പരിഗണിച്ചിട്ടാണ് അൻസല, അള്ളാഹു ഇറക്കിയ കൽപ്പനയാൽ ഉണ്ടാക്കിയിരിക്കുന്നു എന്നായിരിക്കും അതിന്റെ അർത്ഥം വരിക. അല്ലെങ്കിൽ അതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടും. ലക്കും, നിങ്ങൾക്ക് വേണ്ടിയിട്ട്, നിങ്ങൾക്ക് വേണ്ടി അവൻ ഇറക്കിയിട്ടുണ്ട്. ഇറക്കിയിട്ടുണ്ട് പറഞ്ഞാൽ അവന്റെ കൽപ്പനയാൽ അവൻ ഇറക്കിയ കൽപ്പനയാൽ അവൻ ഉണ്ടാക്കിയിട്ടുണ്ട്.
എന്താണ് ഉണ്ടാക്കിയിട്ടുള്ളത്? മിനൽ അൻആമി സമാനിയത അസ്വാജിൻ. അൻആം എന്ന് പറയുന്നത് കാലികളാണ്. കാലികൾക്കാണ് അൻആം എന്ന് പറയാം. കാലികൾ എന്ന് പറയുമ്പോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒട്ടകം, പിന്നെ മാട്. മാട് എന്ന് പറയുന്ന പശുവിനാണ് മാട് എന്ന് പറയാം. പിന്നെ ആട്. വഅൻസല ലക്കും മിനൽ അൻആമി സമാനിയത അസ്വാജിൻ. അപ്പോഴ് നമ്മൾ പറഞ്ഞപ്പോ 3 വന്നിട്ടുള്ളൂ. 8 ഇണയാകാൻ 2 കൂടി വേണം. അതൊന്നും കൂടി വേണമല്ലോ. അതേതാണ്? അത് ആടിനെ 2 ആക്കിയിട്ട് തന്നെ വേറെ പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് വേറെ ആയത്തുകളിൽ വന്നിട്ടുണ്ട്. അതിൽ ഏതൊക്കെ പെടുന്ന പറഞ്ഞാൽ മിനൽഇനിസ്നൈൻ, നമ്മളെ സാധാരണ ആട്, നമുക്ക് പരിചയമുള്ള ആട്, അതാണ് ലഇന്. അതിൽ നിന്ന് ഇണകൾ ഉണ്ടാക്കി, അപ്പൊ 2 പിന്നെ മഴസ്, മറ്റാട്, പിന്നെ തടിച്ചു കൊഴുത്തിട്ടുള്ള ആട്, അതിൽ നിന്ന് 2 അപ്പൊ 4 പിന്നെ ഇബല്, ഒട്ടകത്തിൽ നിന്ന് 2 അപ്പൊ 6 ഒമിനൽ ബക്കരി സിനെ, പശുവിൽ നിന്ന് 2 അപ്പൊ മൊത്തം എത്രയായി? 8 ഇണകളായി. സമാനിയത്ത് അസ്വാജ്. അപ്പൊ സമാനിയത്ത് അസ്വാജ് എന്ന് പറഞ്ഞാൽ ആടില് 2 ഇനം, 2 പെയർ 4, പിന്നെ പശുവില് 2 6, പിന്നെ ഒട്ടകത്തിൽ 2. അപ്പൊ മൊത്തത്തിൽ നമുക്ക് അതിനെ കുറിച്ചിട്ട് ആ സമാനിയത്വ അസ്വാജിനെ കുറിച്ച് ആട്, മാട്, ഒട്ടകം എന്ന് പറയാം. ആട്, മാട്, ഒട്ടകം എന്ന് പറയുന്ന സന്ദർഭത്തിൽ അത് 6 എന്ന് കരുതരുത്. ആട് 6 ആട് പിന്നെ 2 പേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് 4 വരും. അങ്ങനെയാണ് എണ്ണി വന്നിട്ടുള്ളത്. മറ്റായത്തുകളിൽ വന്നത് അങ്ങനെയാണ്. പിന്നെ അൻആം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാലികളാണ്. ഈ കാലികളിൽ നിന്ന് അല്ലാഹ് നമുക്ക് ഉഹില്ല ലക്കും ബഹീമത്തുൽ അൻആം, അള്ളാഹു നിങ്ങൾക്ക് ഹലാലാക്കിയിട്ടുള്ളത് ബഹീമത്തുൽ അൻആമാണ്. ഈ കാലികളിൽ നിന്ന് ബഹീമത്തായിട്ടുള്ളത്. ഈ ബഹീമത്തിന്റെ അർത്ഥം എന്താന്ന് ചോദിച്ചാൽ, ബുദ്ധിയില്ലാത്ത, നമ്മൾ പറയുന്ന തിരിച്ചറിവ് എന്ന് പറയുന്ന ബുദ്ധി ഉണ്ടല്ലോ, ഇല്ലാത്ത ജീവിക്കാണ് ബഹീമത്ത് എന്ന് പറയാം. കുരങ്ങനൊക്കെ അതുണ്ട്, ആ തിരിച്ചറിവ് കുറച്ചുണ്ട്. അത് ബഹീമത്തിൽ കൂട്ടൂല. അത് മനസ്സിലാകാൻ വേണ്ടിയിട്ട്, ഇപ്പൊ ഉദാഹരണമായിട്ട് നമ്മള് 2 ആടിനോടെ കൊണ്ടുവച്ചു. ഒരാടിനെ നമ്മൾ എന്ത് ചെയ്ത് പിടിച്ചറുത്തു, മറ്റേ ആട് അവിടെ നോക്കിക്കണുണ്ട്. ഈ നോക്കി നിൽക്കുന്ന ആടിന് അങ്ങനെ പേടിയൊന്നും ഉണ്ടാവില്ല. കാരണം അങ്ങനത്തെ തിരിച്ചറിവില്ലാത്തതുകൊണ്ട് അതുകൊണ്ട് അതവിടെ തന്നെ നിൽക്കും. ആദ്യത്തേനെ അറുത്ത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത്തേനെ സുഖമായിട്ട് പിടിച്ചുകൊണ്ടായിട്ട് നമുക്ക് അറുക്കാൻ പറ്റും. അത് കയറ് പൊട്ടിക്കാൻ പോകുന്നില്ല. എന്നാൽ ഒരു കുരങ്ങനെ നിങ്ങൾ ആലോചിച്ച് നോക്കി, കുരങ്ങനെ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഒരു കുരങ്ങനെങ്ങാണ്ട് ഉപദ്രവിച്ചാൽ മറ്റുള്ള അതിന്റെ അടുത്ത് കാണുന്ന കുരങ്ങ് മനസ്സിലാക്കി അടുത്ത് തന്നെ പിടിക്കും. അതിന് തിരിച്ചറിവുണ്ട്. അപ്പൊ അത്തരം തിരിച്ചറിവില്ലാത്ത തരം ജന്തുക്കൾക്കാണ് ബഹീമത്ത് എന്ന് പറയാം. ബുഹുമ് ഭാഷയിലെ ഒരു പ്രത്യേക പദമാണ്. ഭാഷ എന്ന് പറയുമ്പോ ആ വാക്ക് എന്ന് പറയുന്നതോട് കൂടിയിട്ട് അതിൽ 3 അക്ഷരം ബാ, ഹ, മീമ്, ആ 3 അക്ഷരം കൂടി ചേർമ്പോ അതിനുണ്ടാകുന്ന ഒരർത്ഥമുണ്ട്. തുടക്കത്തിൽ അതിനുണ്ടാകുന്ന ഒരു അർത്ഥമുണ്ട്. ആ അർത്ഥത്തിലേക്ക് പിന്നെ പലതും ചേരും. ആ വാക്ക് മനുഷ്യൻ ഉപയോഗിക്കുന്ന ചരിത്രപരമായ അതിന്റെ ആ പദത്തിന്റെ ചരിത്രപരമായിട്ടുള്ള അതിന്റെ മുന്നോട്ടുള്ള ഗമനത്തിൽ അതിന് കുറെ കാര്യങ്ങൾ അതിലേക്ക് പിന്നെ ചേരും. അതിൽ നിന്ന് ചിലപ്പോൾ ചില അർത്ഥങ്ങൾ അത് ഡ്രോപ്പ് ചെയ്യും, പുതിയ അർത്ഥങ്ങൾ അതിലേക്ക് ചേരും. അപ്പൊ ചരിത്രപരമായും സാമൂഹികമായും അതിലേക്ക് വന്നു ചേരുന്ന അർത്ഥങ്ങളാണ് ഒരു വാക്കിനുണ്ടാകുക. പക്ഷെ വാക്ക് അസ്ലില് വദഇല് അങ്ങനെ ഒരു പദം കോയൻ ചെയ്യുമ്പോ, അങ്ങനെ ഒരു പദം ആദ്യത്തിൽ നിർമ്മിക്കുമ്പോ അതിന് നിശ്ചയിച്ച അർത്ഥം കുറച്ചും കൂടി വ്യത്യസ്തമായിരിക്കും. അങ്ങനെ ഉള്ള അർത്ഥത്തിനാണ് അസ്ലു മഅനൻ എന്ന് പറയാം. അസ്ലു മഅനയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള അർത്ഥങ്ങൾ പിന്നീട് ചരിത്രം അതിന് കൊടുക്കും, സമൂഹം അതിന് കൊടുക്കും. അങ്ങനെയുള്ള ആ ചരിത്രം അതിന് ചാർത്തി കൊടുത്തിട്ടുള്ള, സമൂഹം അതിന് ചാർത്തി കൊടുത്തിട്ടുള്ള അർത്ഥത്തിൽ നിന്ന് വേർപ്പെടുത്തിയിട്ട് നമുക്കൊരു വാക്കിനെയും മനസ്സിലാക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഭാഷ എന്ന് പറഞ്ഞാൽ ഇസ്തിഅ്മാലാണ്. അതിന്റെ കറക്റ്റ് യൂസേജ് എങ്ങനെയാണോ അതെങ്ങനെയാണ് അതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ്. ഏതാണെങ്കിലും ശരി, ഇവിടെ
ബഹീമത്തുൽ അൻആമിനെ അള്ളാഹ് നമുക്ക് അനുഭവിച്ചു തന്നിട്ടുണ്ട്. ആ ബഹീമത്തുൽ അൻആം എന്ന് പറഞ്ഞാൽ സമാനിയത്ത് അസ്വാജാണ്. ഏതാണ് സമാനിയത്ത് അസ്വാജ്? ലഇനില് 2, മഅസില് 2, ഇബ്ലിൽ 2, ബഖറിൽ 2. പിന്നെ യഖ്ലുഖുക്കും ഫീ ബുത്തൂനി ഉമ്മഹാതിക്കും. യഖ്ലുഖുക്കും, അവൻ നിങ്ങളെ സൃഷ്ടിക്കുന്നു. യഖ്ലുഖുക്കും, എവിടെയാണ് അള്ളാഹു നിങ്ങളെ സൃഷ്ടിക്കുന്നത്? ആദമിനെ അള്ളാഹു സൃഷ്ടിച്ചത് വേറെ രൂപത്തില്, അതിനുശേഷം ആദമിന്റെ മക്കളെ പിന്നെ സൃഷ്ടിച്ച് ഹവ്വായിനെ സൃഷ്ടിച്ച് വേറെ രൂപത്തില് സൗജനെ, പിന്നീട് ഉണ്ടായിട്ടുള്ള മനുഷ്യ മക്കളെ മുഴുവനും അള്ളാഹു സൃഷ്ടിക്കുന്നത് ഫീ ബുത്തൂനി ഉമ്മഹാതിക്കും, നിങ്ങളുടെ ഉമ്മമാരുടെ ഉദരത്തിലാണ്. ബത്തുന്, ബുത്തൂന്, ബത്തുന് എന്ന് പറഞ്ഞാൽ വയറാണ്, അബ്ഡോമിൻ, അതിന്റെ ബഹുവചനമാണ് ബുത്തൂന്. ഉമ്മഹാത്തിക്കും, നിങ്ങളുടെ മാതാക്കളുടെ വയറ്റിലാണ് അള്ളാഹു നിങ്ങളെ സൃഷ്ടിക്കുന്നത്. അത് ഖൽഖൻ മിൻ ബഅദി ഖൽഖിൻ ഫീ ളുറുമാത്തിൻ സലാസ്, ഖൽഖൻ സൃഷ്ടികളായിട്ട്, മിൻ ബഅദി ഖൽഖിൻ സൃഷ്ടികൾക്ക് ശേഷം, സൃഷ്ടികൾക്ക് ശേഷം സൃഷ്ടികൾ തലമുറകളായിട്ട്, ആ ഒരു ആശയം അതിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഗർഭാശയം തന്നെ എത്ര 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 എണ്ണത്തിന് വഹിക്കുന്നുണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്കറിയണത് ഇപ്പൊ നമ്മുടെ ഭാര്യ എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഭാര്യ നമുക്ക് അവരിൽ 5 ബത്തിലന സലാസത്തിന് ഓർബായത്തിന് ഹംസ സിത്ത സബഅത്മാനിയ, അങ്ങനെ 3, 4, 5, 6, 7 ഒക്കെ കുട്ടികളെ നമുക്ക് അവര് പ്രസവിച്ചു തരും. അപ്പൊ നമ്മൾ അവര് 5 തവണ അല്ലെങ്കിൽ 6 തവണയാണോ അവര് പിന്നെ ഒരു കുട്ടിയെ ഗർഭം ധരിച്ചത്? അല്ല. ഒരു സ്ത്രീക്ക് പോലും അറിയില്ല എത്ര തവണ അവര് കൺസീവ് ചെയ്തു എന്നുള്ളത് ഒരു സ്ത്രീക്ക് പോലും അറിയില്ല. അതാണ് അള്ളാഹ് പറഞ്ഞത്, ഗർഭാശയത്തിൽ ഉണ്ടാകുന്ന വർധനവും ചുരുക്കവും അള്ളാഹ്ണ് അറിയാം. അത് ഒരു ഗൈബാണ്. കൺസീവ് ചെയ്തിട്ട് ആ സ്ത്രീ പോലും അതിനെക്കുറിച്ച് ബോധേഡാകണതിന്റെ മുമ്പ് അത് മിസ്കാരേജ് ചെയ്യപ്പെടും. അങ്ങനത്തെ എത്രയോ കേസുകൾ ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ട്. പിന്നെ അതെന്താവില്ല, അവർ പോലും അറിയില്ല, അത്ര ഏർലി സ്റ്റേജിൽ അതങ്ങ് മിസ്കാരേജ് ചെയ്ത് പോകും. അള്ളാഹു ഏതെന്നിനെ മനസ്സിൽ ആ ഗർഭാശയത്തിൽ ഉറപ്പിച്ചു നിർത്തണം എന്ന് വിചാരിച്ചു, അത് ഉറപ്പിച്ചു നിർത്തു. അത് പിന്നെന്തായി തീർന്നു? അത് ഗർഭമായി വളർന്ന്, ആ കുട്ടി വളർന്ന് അവസാനം പൂർണ്ണ കുഞ്ഞായിട്ട് പുറത്തു വരുന്നു. ചിലപ്പോ ഗർഭം പൂർത്തിയാവണമെന്നില്ല, അതിലിടക്കാവും. ഒരു 6 മാസത്തെ പ്രായത്തിൽ ഒരു കുട്ടിക്ക് ഭൂലോകത്ത് ജീവിക്കാൻ പറ്റാവുന്ന 6 മാസം മതി. പൂർണ്ണ ഗർഭത്തിലെത്തുകയാണെങ്കിൽ 9 മാസം ഏതാനും ദിവസങ്ങളും മതി. അങ്ങനെ ബുത്തൂന് ഉമ്മഹാത്തിക്കും, നിങ്ങളുടെ ഉമ്മമാരുടെ ബത്തലുകളിലാണ് അള്ളാഹ് നിങ്ങളെ സൃഷ്ടിച്ചത്. അത് ഖൽഖൻ ബഅദ ഖൽഖ്, ഒരു ഗർഭാശയത്തിൽ തന്നെ ഒരു സൃഷ്ടിപ്പിന് ശേഷം ഒരു സൃഷ്ടിക്ക് ശേഷം വേറെ സൃഷ്ടിയായിട്ട്, പിന്നെ ഇങ്ങനെ ഗർഭാശയങ്ങളിലൂടെ, മാതാക്കളുടെ ഗർഭാശയങ്ങളിൽ സൃഷ്ടികൾക്കു ശേഷം സൃഷ്ടികൾ തലമുറകളായിട്ട് മനുഷ്യനിവിടെ പ്രസവിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ജനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നല്ല ഇപ്പൊ പ്രസവം വലിയൊരു കാര്യമായത്. ഇന്നിപ്പോ അത് നിയമപ്രശ്നമൊക്കെയാണ്. അങ്ങനെയൊന്നുമില്ല, അതിന്റെ ഒന്നും കാര്യമല്ല. ആർക്ക് എവിടെയാണോ സൗകര്യമുള്ളത് അവിടെയൊക്കെ പ്രസവിക്കാം. ഈ ഭൂലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരും അങ്ങനെ പ്രസവിച്ചു എന്നതാണ്. ആശുപത്രി ഉണ്ടാകുന്നതിന്റെ മുമ്പ് മനുഷ്യന് വേണ്ടുന്നുണ്ട്. പക്ഷെ ആശുപത്രി എന്നുള്ളൊരു സൗകര്യം ഉണ്ടാകുമ്പോൾ അത് ഉപയോഗപ്പെടുത്തേണ്ടതില്ല എന്ന് വെക്കേണ്ട, വേണ്ടവർക്ക് അത് ഉപയോഗിക്കാം, ആവശ്യമില്ലെങ്കിൽ ഉപയോഗിക്കാം. പക്ഷെ അത് പരിചയമില്ലാത്ത ആൾക്കാര് സാഹസത്തിന് മുതിരുന്നത് അത് തെറ്റാണ്, യാതൊരു സംശയമല്ല. പണ്ടൊക്കെ ഈ ആശുപത്രിയില് പിന്നെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന നഴ്സുമാരെ അവർ ചെയ്യുന്നതിനേക്കാളും വിദഗ്ധമായി അത് ചെയ്യാൻ കഴിയുന്നുള്ള വയറ്റാട്ടികൾ ഉണ്ടായിരുന്നു, മിഡ്വൈഫറി. അത് അങ്ങനെ പരമ്പരാഗതമായി കാര്യങ്ങൾ പഠിച്ചു വരുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അപ്പൊ അത് വളരെ എളുപ്പമാണ് അവർക്ക്. അറബിയിൽ അതിന് പറയാ കാബിലത്ത് എന്നാണ് അതിന്റെ വാക്ക്. പ്രസവം എടുക്കുന്ന നേഴ്സിന് അറബിയിലെ വാക്ക് കാബിലത്തുൻ എന്നാണ്. കാബിലത്ത് എന്ന് പറയുന്നത് അതിന് വൈദഗ്ധ്യമാണ്, അതിന് പരിചയമാണ്. പരിചയമില്ലാതെ യൂട്യൂബ് നോക്കിയിട്ട് ചെയ്യുന്നത് തെറ്റാണ്. അത് ജീവൻ അപകടപ്പെടുത്തും.
മറിച്ച് എന്താണ് അതിന് പരിചയമുള്ള ആളുകള്, ഒരു പക്ഷെ നമ്മളെ നഴ്സ് എന്ന് പറയാം, അവര് ഭൗതികമായി ഇന്ന് നമ്മളുള്ള സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചവരാകാം. അതല്ലെങ്കിൽ അവർ പരമ്പരാഗതമായിട്ട് അവരത് പഠിക്കുകയും അതിന് പരിശീലനം ഉണ്ടാവുകയും ചെയ്താലും മതി. അല്ലാതെ അത് ആശുപത്രി കൊണ്ടുപോകണം എന്നുള്ള നിർബന്ധമല്ല, ആശുപത്രി കൊണ്ടുപോകരുത് എന്നില്ല. അത് നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് അതൊരു കുഴപ്പമില്ല. കൊണ്ടുപോകുന്ന ഒരു സമാധാനമാണ്. അവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, പരിചയമുള്ളവരുണ്ട്, ഡോക്ടർമാരുണ്ട്, എല്ലാം ഉണ്ട്. ആ നിലക്ക് ചെയ്യാം. പക്ഷെ അല്ല, അത് വീട്ടിൽ വെച്ച് ചെയ്യാൻ ഇവർക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ലെങ്കിൽ, ഒരു കാബിലത്തുണ്ടെങ്കിൽ, ഒരു കഫാഅത്തുള്ള, ഒരു കോമ്പിറ്റന്റ് ആയിട്ടുള്ള ഒരു കാബിലത്തുണ്ടെങ്കിൽ യാതൊരു കുഴപ്പമില്ല, വീട്ടിൽ വെച്ചു ആകാം. അങ്ങനെ പ്രസവിച്ചു വന്നവരാണ് ഈ കാണുന്ന മനുഷ്യന്മാർ മുഴുവനും. അതൊരു നേച്ചുറലായിട്ടുള്ളൊരു സംഗതിയാണ്. അതിനെ ഭയങ്കര സങ്കീർണവൽക്കരിച്ച് അതിനെ ഭയങ്കര ബിസിനസ് ആക്കേണ്ട കാര്യമല്ല. വൈദ്യശാസ്ത്രം ഇന്ന് ഒരു ഭയങ്കര ഒരു ബിസിനസ്സാണ്. അതുകൊണ്ടാണ് ഇവരൊക്കെ പാടെ ഒച്ചയും പിടിയും കൂട്ടുന്നത്. ഇങ്ങനത്തെ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ഉടനെ പ്രതികരിക്കുന്ന ആരായിരിക്കും? ഒന്നുകിൽ IMA ആയിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ലുട്ടാപ്പി ആയിട്ടുള്ള ചില ഡോക്ടർമാരുണ്ടാകും. ഒരു സാധാ MBBS എടുത്തിട്ട് പിന്നെ വലിയ വാചകം പറയും. അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. അത് അവരവരെ ബിസിനസ് പ്രൊട്ടക്ട് ചെയ്യുന്നു എന്നുള്ളൂ. പക്ഷെ മനുഷ്യന്റെ ക്ഷേമവും മനുഷ്യന്റെ സൗകര്യവുമാണ് അതിന് പ്രധാനം. അതിനറിവുള്ള ഒരാളുണ്ടെങ്കിൽ, ഒരു നല്ല കാബിലത്തുണ്ട് എങ്കിൽ ആ കാബിലത്തിന്റെ സഹായം അവൈലബിൾ ആവുക എന്നുള്ളതാണ്. വീട്ടിലായാലും കുഴപ്പമില്ല, അത് ഹോസ്പിറ്റലിലായാലും കുഴപ്പമില്ല. അതില്ലാതെ പ്രയാസപ്പെടുത്തരുത്. ഫി ബുത്തൂനി ഉമ്മഹാത്തിക്കും ഖൽഖൻ മിൻ ബഅദി ഖൽഖിൻ ഫി ളുലുമാത്തിൻ സലാത്ത്. ആ ഗർഭാശയത്തിൽ അള്ളാഹു നിങ്ങളെ സൃഷ്ടിക്കുന്നത് ഫി ളുലുമാത്തിൻ സലാത്തിൻ, 3 ഇരുട്ടുകളിലായിട്ടാണ്. 3 ഇരുട്ടുകളിലായിട്ടാണ്. ആ 3 ഇരുട്ടുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്? തഫ്സീറുകളിൽ ഒക്കെ അത് നമുക്ക് കാണാൻ പറ്റുക. ഒന്ന് അബ്ഡോമിനൽ വാള്, നമ്മുടെ ഉദരത്തിന്റെ, ശരീരത്തിലെ വയറിന്റെ, ഈ വയറിന്റെ വാള്, ആ പിന്നെ വയറിന്റെ ആ ഭിത്തി. അപ്പോ വയറിന്റെ ഭിത്തി കൊണ്ട് മറക്കുമ്പോ ഒരു ഇരുട്ട് വന്നു. രണ്ടാമത്തത് യൂട്രസിന്റെ, ഗർഭാശയത്തിന്റെ ഭിത്തി. വയറിനുള്ളില് ഗർഭാശയം, അതിന്റെ ഭിത്തി, അതിന്റെ ഉള്ളിലാണ് കുഞ്ഞുണ്ടാകുന്നത്. അപ്പൊ കുഞ്ഞിന് 2 ഇരുട്ടായി. ഒന്ന് വയറിന്റെ ഭിത്തി ഉണ്ടാക്കുന്ന ഇരുട്ട്, രണ്ടാമത്തേത് ആ വയറിന്റെ ഭിത്തിക്കുള്ളിൽ ഗർഭാശയം, ആ ഗർഭാശയത്തിന്റെ ഭിത്തി ഉണ്ടാക്കുന്നത്. പിന്നെ ഗർഭാശയത്തിനുള്ളിൽ തന്നെ കുട്ടി കിടക്കുന്നത് ഒരു പ്രത്യേക സാക്കാണ്, ഒരു എന്താ പറയാ, ഒരു സാക്കാണ്. ആ സാക്കിന്റെ എൻഡോമെട്രിയം എന്ന് പറയുന്ന അതിന്റെ ആ ഭിത്തി, ഇതാണ് അതിന് മശീഷ എന്നാണ് അറബി പറയാ. ഈ മൂന്ന് ഇരുട്ടറകൾ എന്നാണ് സാധാരണഗതിയിൽ പറയാറുള്ളത്. ഇത് അറിയപ്പെട്ട കാര്യമാണ്. ഇത് ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് ഖുർആൻ അഭിസംബോധന ചെയ്തിട്ടുള്ള, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ജീവിച്ചിട്ടുള്ള സഹാബത്തിന് അറിയുന്ന കാര്യമാണ്. ഒരു കുഞ്ഞ് വളരുന്നത് വളരെ ഭദ്രമായ ഒരു സ്ഥാനത്താണ്. പെട്ടെന്ന് ചെറിയ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഒരു ഷോക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊന്നും കുഞ്ഞിനെ ബാധിക്കാൻ പോകുന്നില്ല. അങ്ങനെ സംരക്ഷണ ഭിത്തികൾ തീർത്തിട്ടുണ്ട് 3 തരത്തിൽ. ഒന്ന് ഏറ്റവും ഉള്ളിൽ മശീഷ, എൻഡോമെട്രിയത്തിന്റെ ഭിത്തി. രണ്ടാം അതൊരു സാക്കാണ്, ഞാൻ പറഞ്ഞല്ലോ, ഒരു ചാക്ക് മാതിരിയുള്ള ഒരു മെംബ്രെയിന്റെ ഒരു കൂടാണ്. പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യൂട്രസിന്റെ ഭിത്തി. മൂന്നാമത്തേത് അബ്ഡോമിനൽ വാള്, വയറിന്റെ ഭിത്തി. ഇന്ന് ഈ ഗൈനക്കോളജിയൊക്കെ വളരെ അഡ്വാൻസ്ഡ് ആയ കാലത്ത് അതല്ലാതെ ഗർഭാശയത്തിന്റെ ഉള്ളിൽ തന്നെ 3 ഭിത്തികൾ കണ്ടെത്താൻ പറ്റും. അപ്പൊ അതാണ് ഇത് എന്ന് പറഞ്ഞിട്ട് ചാടിക്കളിക്കാനൊന്നുമില്ല. അങ്ങനെ ചാടിക്കളിക്കേണ്ട യാതൊരു കാര്യമല്ല. അങ്ങനെ വ്യാഖ്യാനിക്കുന്നവരുണ്ടാകാം, പക്ഷെ അതാണ് അള്ളാഹ് ഉദ്ദേശിച്ചതെന്നല്ല. ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുന്ന സന്ദർഭത്തിൽ ഇത് ഓരോന്നും ഉൾക്കൊള്ളാവുന്ന തരത്തിൽ ഓപ്പൺ ആയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വാക്കുകൾ പ്രയോഗിക്കുക. അവതരിക്കുന്ന കാലത്ത് അന്നത്തെ ജനങ്ങളുടെ അറിവിലും അനുഭവത്തിലും പെടുന്ന കാര്യത്തിൽ തന്നെ ഇത് ബോധ്യപ്പെടാവുന്ന തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ട്.
അതിന്റെ പുറമെ ഇങ്ങനെ സൂക്ഷ്മമായി അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ട് പരിശോധിക്കാനും അതുപോലെ തന്നെ നമ്മുടെ പിന്നെ ഫിസിയോളജിക്കലായിട്ടുള്ള കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാനും അതുപോലെ അനാട്ടമിക്കലായിട്ട് അത് എന്തെല്ലാം ഉണ്ട് എന്നതിന്റെ കീറി മുറിച്ചു നോക്കുമ്പോൾ കാര്യങ്ങൾ അങ്ങനെയുള്ള ആളുകൾക്ക് അതിന്റെ ഉള്ളിൽ ഇങ്ങനെ കാര്യമുണ്ട് എന്നുകൂടി ഉണ്ട് എന്ന് വേണമെങ്കിൽ മനസ്സിലാക്കാം. പക്ഷെ അതാണ് ഇതിന്റെ വ്യാഖ്യാനം എന്ന് വാശി പിടിക്കരുത് എന്ന് മാത്രം. അപ്പൊ അങ്ങനെ വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ കെയ്ത്ത് മൂറിന്റെ പിന്നെ എംബ്രിയോളജിയെ സംബന്ധിച്ച് ഭ്രൂണശാസ്ത്രത്തെ സംബന്ധിച്ച് അദ്ദേഹം എഴുതിയിട്ടുള്ള പുസ്തകം പ്രസിദ്ധമാണ്. ആ പുസ്തകം ഉണ്ടാക്കിയിട്ടുള്ള അത് പിന്നെ ശാസ്ത്ര ലോകത്തുണ്ടാക്കിയിട്ടുള്ള കോളിളക്കം വലുതാണ്. അദ്ദേഹം എംബ്രിയോളജിയിലെ ഒരു അതോറിറ്റിയാണ്. അദ്ദേഹം എഴുതിയിട്ടുള്ള പുസ്തകം നമ്മുടെ മെഡിക്കൽ കോളേജുകളിൽ വരെ, ചില മെഡിക്കൽ കോളേജുകളിലൊക്കെ ടെക്സ്റ്റ് ബുക്കാണ്, ചിലതിൽ റെഫറൻസ് ആണ്. ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ തന്നെ അത് റെഫറൻസ് ആണ്. അതിന് 2 വെർഷൻ ഉണ്ട്. അതില് ഖുർആന്റെ വചനങ്ങൾ ചേർത്തിട്ടുള്ളൊരു വെർഷന് അദ്ദേഹത്തിന്റെ കെയ്ത്ത് മൂറിന്റെ ബുക്കിനുണ്ട്. അദ്ദേഹം ഇത് റിസർച്ച് നടത്തുന്ന കാലത്ത് ഖുർആനിൽ മനുഷ്യന്റെ വളർച്ചയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് പല തവണ മൾട്ടിപ്പിൾ ടൈംസ് അദ്ദേഹം സൗദി അറേബ്യയിലേക്ക് യാത്ര ചെയ്തു. എന്നിട്ട് അവിടെയുള്ള ഉലമാക്കളുമായിട്ട് അദ്ദേഹം വളരെ എക്സ്റ്റെൻസീവായിട്ട് ഡിസ്കസ് ചെയ്തു, ചർച്ച ചെയ്തു. ഖുർആനിലെ ഓരോ ആയത്തും മനുഷ്യന്റെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആയത്തുകൾ ഖുർആനിലുണ്ട്. ഈ ആയത്തുകളൊക്കെ അദ്ദേഹം ഉലമാക്കളുടെ അടുക്കൽ നിന്ന് കേട്ടു പഠിച്ചു. അദ്ദേഹം ജന്മം കൊണ്ട് ഒരു ക്രൈസ്തവനാണ്. ജന്മം കൊണ്ട് ഒരു ക്രൈസ്തവനാന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻസ് ആയിട്ടുള്ള പാരന്റ്സ് അവരിൽ ജനിച്ച ആളാണ് എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അല്ലെങ്കിൽ കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, ശുദ്ധ പ്രകൃതിയിലാണ് ആരും ജനിക്കുന്നത്. അബവാഹു യുഹവ്വിദാനി യുനസ്റാനി യുമജ്ജിസാനി. പിന്നെ അവന് മജൂസി പട്ടം കൊടുക്കുന്നത് അല്ലെങ്കിൽ നസ്രാനി പട്ടം കൊടുക്കുന്നത് അല്ലെങ്കിൽ യഹൂദി പട്ടം കൊടുക്കുന്നത് അവന്റെ മാതാപിതാക്കളാണ്. ജനിക്കുമ്പോൾ ഏത് കുട്ടിയും ശുദ്ധ പ്രകൃതിയിലാണ്, ഇസ്ലാമിലാണ്. ആ പ്രകൃതിയുടെ പേരാണ് ഇസ്ലാം. ഫജിതാലത്ത് പിന്നെ ജനിച്ചു വന്നതിന് ശേഷം പിശാചുക്കൾ അവരെ വലിച്ചു കൊണ്ടുപോകുന്നതാണ് ഷിർക്കിലേക്കും കുഫറിലേക്കും ഒക്കെ. അല്ലെങ്കിൽ ജനിക്കുമ്പോൾ ഇസ്ലാമിലും തൗഹീദിലുമാണ് ഏതൊരു കുഞ്ഞും ജനിക്കുക. അദ്ദേഹം ക്രൈസ്തവരായ മാതാപിതാക്കൾക്ക് ജനിച്ച ആളാണ്. അദ്ദേഹം വിശ്വസിക്കുന്ന മതം ക്രിസ്ത്യാനിറ്റി. ആ ക്രിസ്ത്യാനിറ്റിയിലെ പിന്നെ ഡോക്ട്രിൻസും അതുപോലെ തന്നെ അതിന്റെ ബാക്കിയുള്ള ഗ്രന്ഥങ്ങളും പിന്നെ ആ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും ഒന്നുപോലും മോഡേൺ എംബ്രിയോളജി ആയിട്ട് ഒത്തുപോകുന്നില്ല എന്ന് അദ്ദേഹം വളരെ ഓപ്പണായിട്ട് പറഞ്ഞു. ആധുനിക വൈദ്യശാസ്ത്രത്തിൽ പറയുന്ന, പ്രത്യേകിച്ച് ഭ്രൂണശാസ്ത്രം എംബ്രിയോളജിയിൽ പറയുന്ന സിദ്ധാന്തങ്ങളുമായി തത്വങ്ങളുമായി യോജിക്കുന്നില്ല ബൈബിളിലെ ഒരു പരാമർശം. കാരണം ബൈബിള് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ബൈബിള് വരുമ്പോൾ നമ്മൾ വിചാരിക്കും അത് ഈസാ നബിക്ക് അത് ഇറക്കി കൊടുത്താന്നല്ലോ. അത് ഈസാ നബിയുടെ ശിഷ്യന്മാർ എന്ന് പറയുന്ന ആളുകൾ, അത് ഈസാ നബിയുടെ ശിഷ്യന്മാർ പോലുമല്ല, പിന്നീട് ഈസാ നബിയുടെ ശിഷ്യന്മാരായി അവകാശവാദം ഉന്നയിച്ച് രംഗത്ത് വന്ന ആൾക്കാർ ഈസാ നബിനെ കുറിച്ചിട്ട് അവർക്ക് തോന്നിയ ജീവചരിത്രം മാതിരി എഴുതി വെച്ചു. അതിൽ ചില വാക്കുകൾ ഉൾപ്പെടുത്തി. വൈലുലില്ലദീന യക്തുബൂനൽ കിതാബ ബിഐദിഹിം ثم يقولون هذا من عند الله فويل لهم مما كتبت أيديهم وويل لهم مما يكسبون. അവരവരുടെ സ്വന്തം കൈകൊണ്ട് അവർക്ക് തോന്നിയത് എഴുതിണ്ടാക്കിയിട്ട് ഇത് അള്ളാഹ് ഇറക്കിയതാണ് എന്ന് അവര് വാദിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ബൈബിൾ എന്ന് പറയുന്നത് അള്ളാന്റെ വചനമൊന്നും അല്ല. അതുകൊണ്ട് തന്നെ ബൈബിളിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യവും മോഡേൺ എംബ്രിയോളജിയുമായി ഒത്തുപോകുന്നില്ല എന്ന കാര്യം അദ്ദേഹം കൺഫസ് ചെയ്തു. അതേ സന്ദർഭത്തിൽ അതിനഭിമുഖമായി അദ്ദേഹം പറഞ്ഞു, ഖുർആനിൽ മനുഷ്യന്റെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെടുത്തി പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒന്നുപോലും മോഡേൺ എംബ്രിയോളജിയുമായിട്ട് യോജിക്കാത്തതില്ല, 100% ഒത്തുപോകും. അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നിടത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം പോലും അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞെന്തായിരുന്നു? സാധാരണ മറ്റു ജന്തുക്കളെ കുറിച്ച്, മനുഷ്യരല്ലാത്ത മറ്റു ജന്തുക്കൾ, അതിനാണ് നമ്മൾ തിര്യക്ക് എന്ന് പറയാം. മനുഷ്യനെന്നും തിര്യക്കെന്നും ഭാഷയാണ്. ഈ തിര്യക്ക് എന്നുള്ള വാക്കൊന്നും നമുക്ക് മലയാളത്തിൽ നമ്മൾ ഉപയോഗിക്കാറില്ല, അതുകൊണ്ട് പെട്ടെന്ന് കിട്ടൂല. ഇത് ഇങ്ങനത്തെ ഒരു കാര്യം പറയുന്നിടത്ത് ആവശ്യം വരുമ്പോൾ മനുഷ്യരൊന്ന് വേറെ ആക്കണം, മനുഷ്യനല്ലാത്ത മറ്റ് ബയോമാസിനെ വേറൊന്നാക്കി തീർക്കണം. മനുഷ്യരല്ലാത്തവരെ ഉൾപ്പെടുത്താൻ വേണ്ടി പറയുന്ന മലയാള വാക്കാണ് തിര്യക്ക്.
ഇത് മലയാളമാണോ എന്ന് തന്നെ തോന്നിപ്പോയി നമുക്ക്, പക്ഷെ മലയാളമാണ്. അപ്പൊ ഈ തിര്യക്കുകളെ കുറിച്ചുള്ള പരാമർശത്തിൽ സാധാരണ സൈഗോട്ട് 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 എന്ന് പറയും. മനുഷ്യനെ സംബന്ധിച്ച് പറയുന്നിടത്ത് ആ ഏർലി സ്റ്റേജിൽ ഒരിക്കലും സൈഗോട്ട് നല്ല മെഡിക്കൽ സയൻസിൽ പറയുന്നത് മിക്സഡ് ഡ്രോപ്പ് എന്നുള്ളതാണ് പറയണത്. അത് അദ്ദേഹത്തിന് തന്നെ അത്ഭുതമാണ്. ഖുർആനിൽ മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറയുന്നതും അങ്ങനെയാണ്. ഏറ്റവും ആദ്യത്തെ സ്റ്റേജ് പറയുമ്പോ പിന്നെ വെള്ളിയാഴ്ച സുബൈക്ക് നമ്മൾ ഓതുന്ന സൂറത്തില്ലേ, إنا خلقنا الإنسان من نطفة أمشاج نبتليه فجعلناه سميعا بصيرا. കണ്ടോ, മിൻ നുത്ഫ, നുത്ഫത്ത് പുരുഷന്റെ ഇന്ദ്രിയത്തിനാണ് പറയാ. അതിൽ നിന്ന് ഒരു കുട്ടിയുടെ ജന്മത്തിന് കുട്ടിക്ക് ജന്മം നൽകാൻ വേണ്ടി അതിൽ നിന്ന് ആ നുത്ഫത്തിൽ നിന്ന് വരുന്നത് എന്താന്ന് ചോദിച്ചാൽ അത് സ്പേമാണ്, നമ്മൾ ബീജം എന്ന് പറയും. ഒരു സമയം ഇജാക്കുലേറ്റ് ചെയ്യുന്ന ശുക്ലം എന്ന് പറയുന്നത് വ്യത്യസ്ത അളവിലായിരിക്കും. ഒരു 5 ml മുതൽ അങ്ങോട്ട് കുറച്ച് മുകളിലേക്ക് കുറെ ഉണ്ടാവാം. പക്ഷെ ഒരു ml ശുക്ലത്തിൽ 4 ലക്ഷം ബീജെങ്കിലും ഉണ്ടാവും. അതിൽ കുറവാണ് വിചാരിച്ചാൽ തീരെ ബീജമില്ലാഞ്ഞിട്ടല്ല, അയാൾ പ്രൊഡക്റ്റീവ് അല്ല. നമ്മൾ പറയല്ലോ, ചില ആൾക്കാർ എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവന് കുട്ടികൾ ഉണ്ടാവണില്ല, ലാബിന് ടെസ്റ്റ് എടുത്തില്ല, അവനുണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അതിൽ കൗണ്ട് കുറവാണ്. എന്താ കൗണ്ട് കുറവ്? 1 ml ശുക്ലത്തിൽ സെമണില് ഇത്ര എണ്ണം എന്നൊരു കണക്കുണ്ട്. ആ കണക്കിൽ കുറവാണെങ്കിൽ അത് പ്രൊഡക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത അല്ല. ഇതൊക്കെ പ്രോബബിലിറ്റിയാണ് കേട്ടോ. അല്ലാണ്ട് ഇവര് പറയുന്ന ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഖുർആൻ മാതിരി നിങ്ങൾ കണക്കാക്കണ്ട. ഖുർആൻ അള്ളാന്റേതാണ്. ഈ ഭൂമി ആകാശം മുഴുവൻ സൃഷ്ടികളെയും സൃഷ്ടിച്ച അള്ളാ പറയണത് അത് ആധികാരികമാണ്. അത് പിന്നെ തെറ്റൂലല്ലോ. മറ്റേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പരിമിതമായ അറിവും അനുഭവം വെച്ചുകൊണ്ട് മനുഷ്യൻ നടത്തുന്ന മനുഷ്യന്റെ അവസാനത്തെ കണ്ടെത്തൽ അത് പറയാണ്. നാളെ വേറൊന്ന് കണ്ടത് ഇത് മാറ്റിയിട്ട് തിരിച്ചു പറയും. അത്ര സംഗതിയുള്ളൂ. അപ്പൊ അതിൽ ഇത്രയും സ്പേം, ഒരു 4 ലക്ഷത്തോളം സ്പേം ഉണ്ടാവും. ഇതെല്ലാം കൂടെ ഒരു സെക്ഷൽ ഇന്റർകോഴ്സ് നടക്കുന്ന സമയത്ത് അണ്ടത്തെ തേടിയിട്ടുള്ള ഒരു സഞ്ചാരമാണ്. ഒരു ഭയങ്കര ഒരു മാരത്തോൺ നടത്തുകയാണ്. എന്നിട്ട് ഓടിക്കേറി അവസാനം ആദ്യം എത്തുന്ന ആള് അണ്ടത്തെ തുളച്ചു കയറുന്നു. സ്ട്രോങ് അല്ലാത്ത സ്പേം ആണെങ്കിൽ അതിനെ പെനട്രേറ്റ് ചെയ്യാൻ പറ്റൂല. തുളച്ചു കയറി അകത്ത് കയറി കഴിഞ്ഞാൽ അത് മൂപ്പരങ്ങ് വാതിലടക്കും. ഞാൻ ബസ് കയറിയാൽ പിന്നെ വേറെ ആരും കയറരുത് എന്ന് തോന്നുന്ന മാതിരിയാണ്. മൂപ്പര് അവിടുന്ന് തുടങ്ങുകയാണ് ആ ബസ് കയറി വാതിലടക്കാൻ. വാതിലടക്കും. പിന്നെ ബാക്കി ആർക്കും കയറാൻ പറ്റൂല. അതിന്റെ അടുത്തെത്തിയവർക്കും കയറാൻ കഴിയില്ല. അങ്ങനെ അണ്ടത്തെ തുളച്ച് ഉള്ളിലൊരു ബീജം കയറിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആ അവസ്ഥ, അപ്പൊ അതെന്താന്ന് വെച്ചാൽ അതിന് നുത്തുഫ, പക്ഷെ നുത്തുഫത്തുൻ അംശാജ്, മിക്സഡ് ഡ്രോപ്പ് അതായത് അത്ര ഖുർആനിന്റെ എക്സ്പ്രഷൻസ് പോലും മോഡേൺ എംബ്രിയോളജിയുടെ തത്വമായിട്ട് യോജിച്ചു പോകുന്നു എന്ന് കാര്യം മൂപ്പര് പറഞ്ഞു. ഒക്കെ കഴിഞ്ഞപ്പോ അവിടെ യമൻകാരനായിട്ടുള്ള ഒരാളുണ്ടായിരുന്നു, അബ്ദുൽ മജീദ് സിന്ദാനി അൽ അഷ്അരി അൽ ഹാലിക്. അയാൾ അഖീദ വലിയ ശരിയുള്ള ആളൊന്നും അല്ല. ഇത്തരം ശാസ്ത്രീയ കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുത്തിരുന്ന ആളാണ് സിന്ദാനി അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്തു. ഞങ്ങൾ പോരല്ലേ എന്ന് വെച്ച്, ഇത്രയും ശരിയായിട്ടുള്ള ഒരു ദീനും ഒരു ഗ്രന്ഥം, ആ ഗ്രന്ഥങ്ങൾ പഠിച്ചു നിങ്ങൾക്ക് ബോധ്യം, നിങ്ങൾക്ക് എന്താ തടസ്സം, ഇങ്ങോട്ട് പോകുന്നൂടെ എന്ന് വെച്ചു. അപ്പൊ അതിന് കൊടുത്ത ഉത്തരം നിർത്തില്ല. കാരണം ഈ ഗ്രന്ഥത്തിന്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ ഒപ്പം നിൽക്കാൻ പറ്റിയ കൗമല്ല, സബ് സ്റ്റാൻഡേർഡ് ആണ്, നിലവാരമില്ലാത്തവരാണ്. അപ്പൊ അങ്ങനെയുള്ള പല ആളുകൾക്കും ഇസ്ലാമിലേക്ക് വരാനുള്ള തടസ്സം ഞാനും നിങ്ങളും ഒക്കെയാണ്, നമ്മളെപ്പോലത്തെ നിലവാരമില്ലാത്ത മനുഷ്യന്മാരാണ് എന്നാ മൂപ്പര് പറഞ്ഞു. ഹിദായത്ത് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹ് തന്നെ കൊടുക്കണം. അല്ലെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ തൊടു ന്യായങ്ങൾ പറഞ്ഞിട്ട് അവർ രക്ഷപ്പെടും. ആ കൂട്ടത്തിൽ മൂപ്പര് അതും പറഞ്ഞ് രക്ഷപ്പെട്ടു. മൂപ്പര് ഇസ്ലാം സ്വീകരിക്കൊന്നും ചെയ്തില്ല ഗെയ്ത്തുമൂർ, പക്ഷെ ഇതെല്ലാ കാര്യവും പറഞ്ഞുപോയി. ദുൽമാത്തിൻ സലാത്ത് ഈ പറഞ്ഞിട്ടുള്ള ജനറലി എല്ലാവർക്കും മനസ്സിലാകാവുന്ന അബ്ഡോമിനൽ വാള്, യൂട്രസിന്റെ വാള്, അതുപോലെ എൻഡോമെട്രിയത്തിന്റെ വാള്, മശീഷ, പിന്നെ അതുപോലെ റഹ്മ, അതുപോലെ തന്നെ ബത്തന് എന്നുള്ളത് അദ്ദേഹം പറഞ്ഞു പോയിട്ടുണ്ട്.
ഇനി അതാണ് തഫ്സീറുകളിലൊക്കെ ഉള്ളത്. അതല്ലാതെ പിന്നെ യൂട്രസിനകത്തുണ്ടാകുന്ന 3 തരത്തിലുള്ള വ്യത്യസ്തമായ അതിന്റെ പല രൂപത്തിലാണ്. അതൊക്കെ പിന്നെ മെസോഡോം, എൻട്രോഡോം, എക്ട്രോഡോം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സയന്റിഫിക് ആയിട്ടുള്ള കുറെ ടേംസ് ഒക്കെ അതിലുണ്ട്. ആ രൂപത്തിലൊക്കെ പറയാം. ഏതാണെങ്കിലും ശരി, ഫീ ദുലുമാത്തിൻ സലാത്ത്, 3 ഇരുട്ടറകൾക്കുള്ളിൽ ഭദ്രമായ സ്ഥാനത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചത്. ദാലികുമുല്ലാഹു റബ്ബുക്കും, ദാലിക്കും കൂട്ടരെ, അവരാണ് അല്ലാഹ്. നിങ്ങൾക്ക് ആരാധിക്കാനുള്ള, ന്യായമായി ആരാധിക്കാനുള്ള അല്ലാഹ്, നിങ്ങളുടെ റബ്ബ്, നിങ്ങൾ ആ റബ്ബിന്റെ പേരായി നിങ്ങൾ വിളിക്കുന്ന ആ ഇസ്മുൽ ജലാല അല്ലാഹ്, അതാരാണ്? അവനാണ്. നിങ്ങളുടെ ഒരു സൃഷ്ടിപ്പിന്റെ കാര്യം എടുക്കുമ്പോൾ തന്നെ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണാതെ പോകരുത്. ആദ്യം നഫ്സും വാഹിദത്തെന്ന് വേണം, ജഅലമിൻഹാ സൗജഹാക്കി. പിന്നെ അതുപോലെ തന്നെ നിങ്ങളോടൊപ്പം ഈ ഭൂമിയിൽ ജീവിക്കുന്ന നിങ്ങൾക്ക് വേണ്ട അൻആമിനെ അല്ലാഹ് സൃഷ്ടിച്ചു. അതിൽ 8 ഇണകളെ അവൻ സൃഷ്ടിച്ചു. ആട് 2, പിന്നെ ഒട്ടകം 3, പശു 4 പേർ അഥവാ 8 ഇണകൾ ആയി സൃഷ്ടിച്ചു. നിങ്ങൾ അല്ലാഹ് സൃഷ്ടിച്ചിരിക്കുന്നത് ആദമിനെയും ആദമിന്റെ ഇണയെയും കഴിഞ്ഞാൽ പിന്നെ വരുന്ന മുഴുവൻ മനുഷ്യനെയും സൃഷ്ടിച്ചത് ഫീ ബുത്തൂനി ഉമ്മഹാതിക്കും ഖൽഖൻ ബഅദ ഖൽഖ്, അത് ഫീ ദുലുമാത്തിൻ സലാത്ത്. ദാലികുമുല്ലാഹു റബ്ബുക്കും, അവനാണ് നിങ്ങളുടെ റബ്ബ്. ലഹുൽ മുൽക്ക്, അവനാണ് മുൽക്ക്, അവനാണ് സർവാധിപത്യവും. അവനാണ് മുൽക്ക്, അവനാണ് മലീക്. നമ്മൾ വിചാരിക്കും ഇതിൻ്റെതാണ്, നമ്മളതല്ല. ഞാൻ എന്റേതല്ല, എനിക്കുള്ളതും എന്റേതല്ല. ഞാനും എനിക്കുള്ളതും അള്ളാന്റെ ഉടമസ്ഥതയിൽപ്പെട്ടതാണ്. അവന്റെ സൃഷ്ടിയാണ്, അവന്റെ ഉടമസ്ഥതയിലാണ്. അതിനുമേലുള്ള സർവാധിപത്യവും അധീശത്വവും അവന് മാത്രം അവകാശപ്പെട്ടതാണ്. ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ നിങ്ങൾക്ക് വണങ്ങാൻ, നിങ്ങൾക്ക് ആരാധന ചെയ്യാൻ, നിങ്ങൾക്ക് ഇബാദത്ത് ചെയ്യാൻ തരപ്പെട്ട ഒരുത്തനില്ലേയില്ല. ഫഅന്നാ തുസ്റഫൂൻ. ഇത്രയും കാര്യം വളരെ ക്ലീനാണ്. അത് ഏത് അബൂലഹബിനും ഈ കാര്യത്തെ നിഷേധിക്കാൻ കഴിയില്ല. പക്ഷെ ലാ ഇലാഹ ഇല്ലാഹു എന്നൊരു പോയിന്റ് വരുമ്പോ അപ്പൊ പറയും അത് ഭൗതികനല്ലേ, ഭൗതികനായ ചോദിച്ചൂടെ, അത് പിന്നെ എന്താ നമ്മൾ കൊടുത്തതില്ലെന്ന് പറഞ്ഞു, അള്ള കൊടുത്ത കഴിവാണ് എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? അത് തലീക്കെട്ട് കെട്ടി കാന്തവരൻ ടീമാന്ന് പറഞ്ഞാൽ ഒരു പറയും സ്വമതീയത്ത് കൽപ്പിക്കണില്ലല്ലോ. അത് കുപ്പായത്തുമ്പോ ക്ലിപ്പ് കുത്തിയിട്ട് പിന്നെ ഇൽമു പഠിപ്പിക്കുക എന്ന് പറയുന്ന ആൾക്കാർ ഒരു പറയും അത് ഭൗതികനാണ് എന്ന് പറയുമ്പോ കുഴപ്പമില്ലല്ലോ. രണ്ടും ഒരേ ഭാഷ, രണ്ടിനും ഒരേ ഭാഷയാണ്, ഒരു വ്യത്യാസമല്ല. ഒന്ന് സമതീയത്ത് പറയും, ഒന്ന് ഭൗതികൻ എന്നറിയും. പക്ഷെ എങ്ങനെങ്കിലും അള്ളാഹുവിന്റെ മാത്രം ആരാധ്യത എന്ന് പറയുന്ന ആ അടിസ്ഥാന യാഥാർത്ഥ്യത്തിൽ നിന്ന് മനുഷ്യൻ അന്നാ തുസ്റഫൂൻ, എങ്ങനെയാണ് നിങ്ങൾ തെറ്റിക്കപ്പെടുന്നത്? അത്ഭുതം തോന്നും. ചെറിയ ന്യായങ്ങൾ, ഒരു ന്യായമേ അല്ല, ന്യായം എന്ന് പറയാൻ പറ്റില്ല, ഒരു ന്യായം അല്ല. എന്തെങ്കിലും ഒരു കാരണം കിട്ടിയിട്ട് അയിമ തട്ടിയിട്ട് ജനങ്ങൾ അങ്ങോട്ട് പോകും. കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനം 1 നൂറ്റാണ്ട് കാലത്തോളം അധ്വാനിച്ചത് എന്തിനാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അള്ളഹാനോട് മാത്രമേ സഹായം ചോദിക്കാവൂ, അത് പറയാനാണ്. പക്ഷെ ഒരു ദിവസം ഇരുട്ടി വെളുത്തപ്പോ കണ്ടിരിക്കണം അതിൽപ്പെട്ട വലിയൊരു വിഭാഗം ആളുകൾ അവർ പറയണത് അത് ജിന്നിനോടും ചോദിക്കാം, അത് ജിന്നിനോടും ചോദിക്കാം. ഇപ്പൊ അവരുണ്ടാക്കുകയാണ് ദാറുൽ ഹിക്മ വിസ്ഡം ഹൗസ് ഉണ്ടാക്കുകയാണ്. സത്യത്തിലെ ജിൻ ഹൗസ് അല്ല ഉണ്ടാക്കണത്, അവിടെ പ്രചരിപ്പിക്കണ അതാണ്, ജിൻ ഹൗസാണല്ലോ ഉണ്ടാക്കണത്. അന്നാ തുസ്റഫു, എങ്ങനെയാണ് ഈ മുജാഹിദീങ്ങൾ പറഞ്ഞ ആൾക്കാർ ഇതിൽ നിന്ന് തെറ്റിയത്? പരമ്പരാഗതമായി വന്ന ആളുകൾ ഞങ്ങൾ അള്ളഹാനോട് തന്നെയാണ് ചോദിക്കുന്നത്, പക്ഷെ അള്ള കൊടുത്ത കഴിവിൽ നിന്നാന്ന് കരുതിയാലേ യാതൊരു ബുദ്ധിമുട്ടുമില്ല. മൊയ്തീൻ ശേഖെ കാക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നൊക്കെ പറഞ്ഞാൽ ഒരു തെറ്റുമില്ല. കാരണം എന്താ, ഈ ബദരീങ്ങൾ അള്ള സൃഷ്ടിച്ചതാണ്, ബദരീങ്ങളെ കഴിവ് അള്ള കൊടുത്തതാണ്. അങ്ങനെ കരുതിയാൽ ആ ബദരീങ്ങൾക്ക് സ്വമതീയത്ത് കൽപ്പിക്കണില്ലല്ലോ. ഇതായിരുന്നു പാരമ്പര്യവാദികൾ പറഞ്ഞുകൊണ്ടിരുന്നത്.
അതിനേക്കാൾ വഷളായ വെർഷനാണ്. ഞങ്ങൾ ജിന്നിനോടല്ലേ ചോദിക്കുന്നത്, ജിന്ന് ഭൗതികനല്ലേ, ഭൗതികനാണെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ വല്ല കുഴപ്പമുണ്ടോ? ഭൗതികനാണെന്ന് കരുതിയാൽ മതി, എന്നാ എല്ലാ കുഴപ്പം തീരെയാണ്. അന്നാ തുസ്റഫൂൻ. ആ ചോദ്യം അള്ളാഹ് ചോദിക്കണ ആ ചോദ്യം ഇതുകൊണ്ടാണ്. മനുഷ്യൻ ഇങ്ങനത്തെ ചെറിയ കാര്യത്തിൽ എങ്ങനെയാണ് മനുഷ്യനെ തെറ്റിക്കാൻ പറ്റുന്നത്? എന്നിട്ട് ഇതിന് വിസ്ഡം എന്ന് പേരും പറഞ്ഞങ്ങാണ്ട് വീടുണ്ടാക്കണത്തെ ജിന്നൗസ് നിട്ടൂടെ പേര്, എന്നാ കുറച്ചുകൂടി നന്നോ. അപ്പൊ ആയത്തിന്റെ അർത്ഥം കഴിഞ്ഞു. ഇനി നമുക്ക് അതിന്റെ തഫ്സീർ ഒന്ന് നോക്കാം. വമിൻ ഇസ്സത്തിഹി, കുറച്ച് കൂടുതലുണ്ട്, പക്ഷെ എന്നാലും നോക്കാം. വമിൻ ഇസ്സത്തിഹി, അഞ്ചാമത്തെ സൂക്തത്തിൽ അലാ വഹുവൽ അസീസുൽ ഗഫാർ എന്ന് പറഞ്ഞിട്ടാണ് അഞ്ചാമത്തെ ആയത്ത് അവസാനിക്കുന്നത്. അവൻ അസീസുൽ ഗഫാറാണ്. വമിൻ ഇസ്സത്തിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇസ്സത്തിൽപ്പെട്ടതാണ്. ഇസ്സത്തിന്റെ മഅനയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ ആ ക്ലാസ് അതിന്റെ സൗണ്ട് ഒന്ന് കേട്ടാൽ മതി. അള്ളാഹുവിന്റെ ഇസ്സത്തിൽപ്പെട്ടതാണ്. അൻ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദത്തിൻ, ഒരേ ഒരു അനുഷ്യാത്മാവിൽ നിന്ന് നിങ്ങളെയൊക്കെ അവൻ സൃഷ്ടിച്ചുണ്ടാക്കി എന്നത്. നിങ്ങളെയൊക്കെ എന്ന് പറയുമ്പോൾ അലാ കസിറത്തിക്കും വന്തിശാരിക്കും ഫി അൻഹാഇൽ അർദ്, അലാ കസിറത്തിക്കും, നിങ്ങളുടെ ആധിക്യത്തോടൊപ്പം, കസിറ ആധിക്യം, കസീർ ധാരാളം, വന്തിശാരിക്കും, ഇന്തശറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യാപിച്ചു കിടക്കുക, പരന്നു കിടക്കുക. നിങ്ങൾ പരന്നു കിടക്കുന്നുണ്ട്, വിന്യസിക്കുക. എവിടെയാണ് നിങ്ങളെ വിന്യസിപ്പിച്ചിട്ടുള്ളത്? ഫി അൻഹാഇൽ അർദ്, ഭൂമിയുടെ വിവിധ ഭാഗങ്ങളിൽ. അൻഹ എന്നുള്ളത് നാഹിയത്തുൻ ജംഉഹ അൻഹ. നാഹിയത്ത് എന്ന ഭാഗം വാക്ക് നിങ്ങൾക്ക് അറിയുന്നതാണ്. അൻഹ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് കിട്ടാതിരിക്കുന്നതാണ്. നാഹിയത്ത്, ഫി നാഹിയത്തിൽ മസ്ജിദ്. പള്ളിയിൽ അറാബി കയറി വന്നു, ഫബാല ഫി നാഹിയത്തിൽ മസ്ജിദ്, പള്ളിന്റെ ഒരു മൂലയില് ഒരു ഭാഗത്ത് പോയിട്ട് അയാൾ മൂത്രമൊഴിച്ചു. ഹദീസിൽ വന്നില്ല. അങ്ങനെയാണ് നാഹിയത്ത് എന്ന് പറയാം. അപ്പോ ഇപ്പൊ ഭൂമിയുടെ നാഹിയത്ത് നവാഹി എന്ന് പറഞ്ഞാൽ നമ്മളതിന് പല ഭാഗങ്ങളുണ്ട്. നമ്മൾ അതിനെ പറയും 7 ഭൂഖണ്ഡങ്ങളുണ്ട്. അമേരിക്കയിൽ മനുഷ്യരുണ്ട്, ഓസ്ട്രേലിയയിൽ മനുഷ്യരുണ്ട്, യൂറോപ്പിൽ മനുഷ്യരുണ്ട്, ഏഷ്യയിൽ മനുഷ്യരുണ്ട്, ആഫ്രിക്കയിൽ മനുഷ്യരുണ്ട്. പിന്നെ അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഭൂഖണ്ഡങ്ങളിൽ, ഇനി ആർട്ടിക്കയിലുണ്ട്, അന്റാർട്ടിക്കയിലുണ്ട്, ഒക്കെ ഉണ്ട്. ഇങ്ങനെ ഭൂമിയുടെ വ്യത്യസ്തമായ ഭാഗങ്ങളിൽ നിങ്ങൾ പരന്ന് പിടിച്ചു കിടക്കുകയാണ്. നിങ്ങൾ വിന്യസിക്കപ്പെട്ടിട്ടുണ്ട്. ആ പിന്നെ പരന്ന് എല്ലായിടത്തും പരന്ന് വിന്യസിക്കപ്പെട്ടിട്ടുള്ള അത്രയോ അധികം ആളുകൾ, ഈ ആളുകളെ മുഴുവനും അള്ളാഹു സൃഷ്ടിച്ചത് മിൻ നഫ്സിൻ വാഹിദത്തിൻ, ആദമിൽ നിന്നാണ്, ഒറ്റ മനുഷ്യാത്മാവിൽ നിന്നാണ്. ആദമിനെ സൃഷ്ടിച്ചതിന് ശേഷം അള്ളാഹു ഉണ്ടാക്കി മിൻഹ, ആ ആദമിന്റെ ആത്മാവിൽ നിന്ന്, സൗജഹ, ആദമിന് വേണ്ട ഇണയെ അഥവാ ഹവ്വാഇനെ ഉണ്ടാക്കി. വദാലിക്, എന്തിനു വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു സൗജനെ ഉണ്ടാക്കി കൊടുത്തത്? ലിയസ്കുന ഇലൈഹ, അതിനുള്ള തഅലീൽ, അതിനുള്ള കാരണം അള്ളാഹ് തന്നെ മറ്റായത്തുകളിൽ വിശദീകരിച്ചിട്ടുണ്ട്. മനുഷ്യനാണെങ്കിൽ അതങ്ങനെയാണ്, അവനൊരു സൗജ് വേണം, അപ്പോഴേ പൂർണ്ണാവുള്ളൂ, ഇല്ലെങ്കിൽ പൂർണ്ണാവൂല. അതൊരു മനഃശാസ്ത്രമല്ല, അതൊരു ഫിത്രത്തിന്റെ താല്പര്യമാണ്. മനഃശാസ്ത്രം എന്നൊക്കെ നമ്മൾ പറയാം, അത്രേ ഉള്ളൂ. പക്ഷെ അല്ല, അത് നമ്മുടെ ഫിത്രത്തിൽ തന്നെ ഉള്ളതാണ്. കാരണം അള്ളാഹ് സൃഷ്ടിച്ചപ്പോൾ തന്നെ ഇട വേണം, ലിയസ്കുനയിലേഹ, ആ ഇടയിലേക്ക് മനുഷ്യന് സുക്കൂന് കണ്ടെത്തണം, ഒരു സമാധാനം കണ്ടെത്തണം. നമ്മൾ പെരയിൽ ചെല്ലുമ്പോ എന്ത് പറഞ്ഞാലും നമുക്ക് പെരേക്കെത്താൻ ഒരു മോഹം ഉണ്ടാവും. പെരയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സമാധാനമുണ്ട്. ആ വീട്ടിന്റെ ആ വൈകാരികമായിട്ടുള്ള ഇന്റഗ്രിറ്റി, ആ ഇമോഷണൽ ഡൊമൈൻ, അതിന്റെ കസ്റ്റോഡിയനാണ് ഭാര്യ, ഇണ എന്ന് പറയുന്നത്. ചെറിയ ഉത്തരവാദിത്തം അല്ല അത് ചെറിയ റോളും അല്ല, വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള റോളാണ് സ്ത്രീക്ക് അന്ന് കൊടുത്തിട്ടുള്ളത്. സാധാരണ പറയാ, ഇസ്ലാമിന്റെ പല കൽപ്പനകളും കാണുമ്പോൾ ചില ആൾക്കാർക്ക് തോന്നുന്ന പുരുഷാധിപത്യപരമാണ് എന്ന് ചിലർക്ക് തോന്നും.
അത് വെറും തോന്നലാണ്. ഒരിക്കലും പുരുഷന് കൊടുക്കേണ്ട ആധിപത്യം കൊടുത്തിട്ടുണ്ട്, സ്ത്രീക്ക് കൊടുക്കേണ്ട ആധിപത്യം കൊടുത്തിട്ടുണ്ട്. ഖുർആന്റെയും ഹദീസിന്റെയും ഭാഷ അത് ഈ പറയുന്ന തരത്തിലുള്ള ഒരു ഭാഷയല്ല, വളരെ പുരോഗമനപരമായ ഒരു ഭാഷയാണ്. ഇത് നോക്കിങ്ങള് ഏറ്റവും പൊളൈറ്റ് ആയിട്ടുള്ള, ഏറ്റവും ബാലൻസ്ഡ് ആയിട്ടുള്ള, ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലാംഗ്വേജാണ്. ആ മനുഷ്യന്, ആ മനുഷ്യാത്മാവിന് അദ്ദേഹത്തിൽ നിന്ന് അഥവാ ആദമിൽ നിന്ന് തന്നെ ആദമിന്റെ ഇണയെന്നാ പറഞ്ഞത്. സൗജ് എന്നുള്ള വാക്ക് ആദമിന് ഉപയോഗിക്കാം, സൗജ് എന്നുള്ള വാക്ക് ഹവ്വാവിന് ഉപയോഗിക്കാം. ഉപയോഗിക്കാം. ആ അത്രയും മാന്യമായൊരു ഭാഷ, അത്രയും നല്ലൊരു ഭാഷ, അത്രയും പ്രോഗ്രസീവായ ലാംഗ്വേജ് വേറെ ഒരു ഭാഷയിലും ഇല്ല, വേറൊരു മതത്തിലും ഇല്ല. പക്ഷെ എന്നാലും പറയും നമ്മളെ മുസ്ലിങ്ങൾ വളരെ പുരുഷാധിപത്യത്തിന്റെ ആൾക്കാർ. പുരുഷാധിപത്യം ഉണ്ട്, ഒരു പരിധി വരെ ഉണ്ട്. ആണും പെണ്ണും കൂടിയ കുടുംബം എന്ന് പറയുന്ന സംവിധാനത്തിൽ അവസാന വാക്ക് പുരുഷനാകണം. അത് പെണ്ണിനായാലും അടുക്കള ഉയർന്നാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അടുക്കള ഉയർന്നു കിടക്കരുത്, പൂമുഖമാണ് ഉയർന്നു നിൽക്കേണ്ടത്. അങ്ങനെ ചില നിയമങ്ങളുണ്ട്. അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ തീരുമാനം എടുക്കാൻ കഴിയൂല. അല്ലെങ്കിൽ എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ തീരുമാനം എടുക്കേണ്ട വിഷയമൊക്കെ റോട്ടിൽ കറങ്ങും, അല്ലെങ്കിൽ വക്കീൽ ഓഫീസിലോ കോടതിയിലോ ഒക്കെ ആയിരിക്കും. മറിച്ച് ഈ പറയുന്ന ഒരു മേധാവിത്വം അല്ലെങ്കിൽ ഒരു ആധിപത്യം എന്ന് പറയുന്നത് ഇങ്ങനെ രണ്ടാവുമ്പോ ഒരാൾക്കുണ്ടാവണം, സ്വാഭാവികമായിട്ടുണ്ടാകണം. അപ്പൊ റിജാലു ഖവ്വാമുന അലൻ നിസാ, അങ്ങനെ വരുന്നിടത്ത് റോട്ടിൽ കറക്കരുത്, വക്കീൽ ഓഫീസിൽ എത്തുകരുത്, കോടതിക്ക് കൊണ്ടുപോകരുത്. അത് ഖവ്വാമുന അലൻ നിസാ റിജാൽ, അതിന് പുരുഷന് ഒരു സേ കൊടുക്കണം. അത് കൊടുത്തിട്ടുണ്ട്. അതേ സന്ദർഭത്തിൽ സ്ത്രീനെ പറ്റാണ്ട് ഇവരൊക്കെ പറഞ്ഞെന്താ വെച്ചാൽ ഈ കച്ചറ കെട്ടണ കറുത്ത ഇതുണ്ടല്ലോ, അതിലങ്ങോട്ട് കെട്ടി വെച്ചിരിക്കുകയാണ്, എന്നിട്ട് അടുക്കളയിൽ ഇട്ടുങ്ങാണ്ട് പുക പിടിപ്പിച്ച് കുത്തിരിക്കുകയാണ്. അത് ഇവർക്ക് എന്താ ഇസ്ലാമിലെ കുടുംബ സംവിധാനം എന്നറിയാത്തത് കൊണ്ടാണ്. ഒരു കുടുംബത്തിലെ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ഒരു വിഷയമാണ് അവിടുത്തെ ഇമോഷണൽ ഡൊമൈൻ എന്നുള്ളത്. ആ ഇമോഷണൽ ഡൊമൈൻ, അതിന്റെ കസ്റ്റോഡിയൻ ആരാണ്? അത് സ്ത്രീയാണ്. ഈ പുരുഷന് വേണ്ട സുക്കൂന് ഈ സ്ത്രീ ഉള്ളപ്പോഴേ കിട്ടുള്ളൂ. മക്കൾക്ക് വേണ്ട സുക്കൂന് ഈ സ്ത്രീ ഉള്ളപ്പോഴേ കിട്ടുള്ളൂ. അതില്ലെങ്കിൽ ആ വീടെന്താന്ന് പറഞ്ഞാൽ പിന്നെ എന്താന്ന് വെച്ചാൽ അതൊരു എന്താ പറയാ, ഒരു വരണ്ട, ഒന്നിനും കൊള്ളാത്ത വേറെന്തൊരു സംഗതിയാക്കും, കയറി ചെല്ലാൻ തോന്നൂല. മനോഹരമായി നമ്മള് ഒരു കുടുംബമായിട്ട് ഭാര്യ ഒരുമിച്ച് ജീവിക്കുന്നു, പെട്ടെന്ന് ഭാര്യ അങ്ങ് മരിച്ചു പോയാൽ ആ വീട്ടിക്ക് പിന്നെ ആ പുരുഷന് കയറാൻ കഴിയില്ല. കാരണം വീട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ചുമരും അതുപോലെ തന്നെ അവിടെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഡെക്കറേഷൻസും അല്ലെങ്കിൽ അവിടുത്തെ കാർപ്പറ്റും അല്ലെങ്കിൽ അവിടുത്തെ വിരികളും അതൊന്നും അല്ലല്ലോ. ആ വീടിന്റെ വൈകാരികതയുടെ അധിപ അതൊരു വലിയ റോളാണ്. അത് പറഞ്ഞത് അദ്ദേഹത്തിന് സുക്കൂന് കിട്ടണം, ഇലൈഹ അവളിലേക്ക്, വതസ്കുനയിലെ അവൾക്കൊരു സുക്കൂന് വേണം, അവൾക്ക് ഒരു ചേർത്ത് പിടിക്കുന്ന കൈ വേണം. വതസ്കുനയിലെ അവൾ ഇദ്ദേഹത്തിലേക്ക് സുക്കൂന് കണ്ടെത്തുന്നു. വതതിമ്മു ബിദാലിക നിഅമ, ആ ഒരു പാരസ്പര്യത്തിൽ ഐശ്വര്യം നിഅമത്ത് എന്ന് പറയുന്നത് പൂർണ്ണമാകുന്നു. എത്ര 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 മനോഹരാണത്, എത്ര മനോഹരാണത്. വഅൻസല ലക്കും മിനൽ അൻആം, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഇറക്കി തന്നിരിക്കുന്നു, അഥവാ അവന്റെ കൽപ്പന ഇറക്കിയിരിക്കുന്നു. ആ കൽപ്പനയാൽ സൃഷ്ടിയാക്കി ഇവിടെ ഉണ്ടാക്കി തന്നിരിക്കുന്നു. ഐ എന്ന് വെച്ചാൽ ഉദ്ദേശാർത്ഥം ഖലഖഹ, അവൻ സൃഷ്ടിച്ചിരിക്കുന്നു അൻആമിനെ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഇറക്കി എന്ന് പ്രയോഗിച്ചത് ബിഖദരിൻ നാസിലിൻ മിൻഹു, ബിഖദരിൻ അള്ളാഹുവിന്റെ ഒരു തീർപ്പ് പ്രകാരം. ഖദർ അള്ളാഹ് കണക്കാക്കിയ കണക്ക്, തീർപ്പ്, വിധി നിർണയം, ഡിറ്റർമിനേഷൻ. ആ ഖദർ നാസിലാണ്. അത് അലാ ലഹുൽ ഖൽഖു വൽ അംർ, അംർ യൻസിൽ, അങ്ങനെയാണല്ലോ അള്ളാന്റെ കൽപ്പനകൾ. യതനസ്സലുൽ അംറു ബൈനഹുൻ, യതനസ്സലുൽ അംറു ബൈനഹുൻ, അവന്റെ അമ്ര ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ബൈനഹുൻ, ആകാശങ്ങൾക്കും ഭൂമികൾക്കും ഇടയിൽ.
ഉപരിയിൽ നിന്ന് അള്ളാഹു അമ്ർ പുറപ്പെടുവിക്കുന്നു. ആ അമ്ര ഉപരിയിൽ നിന്ന് താഴേക്ക്, ഒന്നാമത്തെ ആകാശത്ത്, ഏഴാമത്തെ ആകാശത്തേക്ക്, 6ലേക്ക്, 5ലേക്ക്, 4ലേക്ക്, 3ലേക്ക്, 2ലേക്ക്, 1ലേക്ക്, ഭൂമിയിലേക്ക്, അങ്ങനെ ഭൂമിയുടെ തന്നെ മറ്റ് താളങ്ങളിലേക്കുള്ള ഭൂമികളിലേക്ക് ഒക്കെ കൽപ്പനകൾ ഇറങ്ങുന്നു. അങ്ങനെ ഇറങ്ങുന്നത് കൊണ്ടാണ് അൻസല എന്ന് പറഞ്ഞത്. സഅദി റഹിമഹുല്ല അല്ലാഹു യർഹമുഹു വയജ്മഅന ഇയ്യാഹു ഫി ജന്നാത്തിൻ നഈം. അദ്ദേഹം എത്ര മനോഹരായിട്ടാണ് അതിന്റെ തഫ്സീർ കൊടുത്തത്. ഐ ഖലഖഹ ബിഖദരിൻ നാസിലിൻ മിൻ. അപ്പൊ അൻസല എന്നുള്ള അർത്ഥവത്തായി. റഹ്മത്തൻ ബിക്കും. അങ്ങനെ അല്ലാഹ് നിങ്ങൾക്ക് അൻആമിനെ സൃഷ്ടിച്ചു തന്നത്, ഉണ്ടാക്കി തന്നത് നിങ്ങളോടുള്ള ഒരു കരുതലിന്റെ, കാരുണ്യത്തിന്റെ ഭാഗമായിട്ടാണ്. റഹ്മത്തായിട്ടാണ്. അങ്ങനെ നിങ്ങളോടുള്ള ഒരു കരുതലായി, കാരുണ്യമായി അള്ളാഹു നിങ്ങൾക്ക് അൻആമിനെ സൃഷ്ടിച്ചു തന്നു എന്ന് പറഞ്ഞാൽ സമാനിയത അസ്വാജിൻ, 8 ഇണകളെ, 8 പെയറുകളെ. പെയർ എന്ന് പറയുമ്പോ 2 ജോഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 എന്നർത്ഥം വെക്കരുത്. 2 ജോഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറബിയിലെ പ്രയോഗം അങ്ങനെയാണ്. മലയാളത്തിൽ കുറച്ച് വ്യത്യസ്തമാണ്. മലയാളത്തിൽ നമ്മൾ 2 ജോഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 എണ്ണം ഉണ്ടാകും. ഇത് അങ്ങനെയല്ല, ഇത് നേരെ തിരിച്ചാണ്. ആ ജോഡി എന്ന് പറയുമ്പോ പേഴ്സ് എന്നുള്ളത് അതങ്ങനെ, ആ പേഴ്സിനാണ് പിന്നെ സൗജി എന്ന് പറയാം. അപ്പൊ 2 എണ്ണെങ്കിലും വേണം. അപ്പോ 8 ജോഡികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെന്തായിരിക്കും? അത് 4 എണ്ണം ഉണ്ടാകുള്ളൂ. സമാനിയത്ത അസ്വാജ്. വഹിയല്ലത്തി ദക്കറഹ ഫി സൂറത്തിൽ അൻആം. ആ 8 എണ്ണം ഏത് എന്നുള്ളത് വൽ ഖുർആൻ യുഫസ്സിറു ബഅദഹു ബഅദ. ഖുർആനിലെ ഒരു ഭാഗം മറ്റൊരു ഭാഗത്തെ വ്യാഖ്യാനിക്കുന്നതാണ്. ഖുർആനിന്റെ ഏറ്റവും ആധികാരികമായിട്ടുള്ള, ഏറ്റവും ഉറച്ച വ്യാഖ്യാനവും അത് തന്നെയാണ്. അപ്പൊ സമാനിയത്ത് അസ്വാജ് എന്ന് ഇവിടെ സൂറത്തു സുമുറിൽ പറഞ്ഞതിന്റെ വ്യാഖ്യാനം സൂറത്തുൽ അൻആമിൽ വിശദമായിട്ട് മുഫസ്സലായി കൊടുത്തു. ആ മുഫസ്സലായി കൊടുത്ത വാക്ക് ഇമാം സഅദി ഇവിടെ കൊണ്ടുവന്നു. സമാനിയത്ത് അസ്വാജിൻ, 8 പേഴ്സ് എന്ന് പറഞ്ഞാൽ മിനൽ ലഇനി ഇത്നൈൻ, ലഇനിൽ നിന്ന് 2 എണ്ണം. വമിനൽ മഅസ് ഇത്നൈൻ, മഅസിൽ നിന്ന് 2 എണ്ണം. ആടിലെ 2 ഇനമാണത്. അത് രണ്ടും വളരെ വ്യത്യസ്തമാണ്. ഉളുഹിയ്യത്ത്, അതുപോലെ തന്നെ അഖീഖ, അതുപോലെ തന്നെ പിന്നെ ഹജ്ജിൽ നമ്മൾ അറുക്കുന്ന ഹദിയ് പോലുള്ളതിന് ലഇനിന്റെ പ്രായമാണ്, മഅസിന്റെ പ്രായമാണ്. അത് വേറെ വ്യത്യസ്തമാണ്. അതിനെ വേറെ തന്നെയാണ് കണ്ടത്. അതിൽ വേറെ ഇനി നമ്മൾ മനസ്സിലാക്കാത്ത, നമ്മളിതിനൊക്കെ ആട് എന്നാണ് നമ്മൾ പറഞ്ഞു പോകുന്നു. പക്ഷെ അതിലപ്പുറം കുറച്ചും കൂടി അതിന് കാര്യങ്ങൾ ഉണ്ടാകും. ഏതാണെങ്കിലും അതിന് 2 എണ്ണം വേറെ തന്നെയാണ് എണ്ണിയത്. 2 ജോഡി എന്ന് പറയുന്ന ഒരെണ്ണം അത് ലഇനിൽ നിന്ന്, സാധാരണ കോലാടിൽ നിന്ന്, മറ്റു മഅസ് നെയ്യാടിൽ നിന്ന്, പിന്നെ വമിനൽ ബിബിലിസിനെ ഒട്ടകത്തിൽ നിന്ന് 2 എണ്ണം, ആണും പെണ്ണും. ഈ 2 എണ്ണം എന്ന് പറഞ്ഞ ഇണ അല്ലെങ്കിൽ ജോഡി എന്ന് പറയുന്നത് മെയിൽ ആൻഡ് ഫീമെയിലാണ്. മെയിലും ഫീമെയിലും ഇല്ലാത്തൊരു വസ്തുവില്ല. അത് ആനിമൽ കിങ്ഡത്തിലുണ്ട്, പ്ലാന്റില്, സസ്യലോകത്തുണ്ട്, മനുഷ്യരിലുണ്ട്. ഇനി അതല്ലാത്ത ജീവനില്ല എന്ന് നമ്മൾ പറയുന്ന അജീവീയമായിട്ടുള്ള വസ്തുക്കളിലുണ്ട്. എന്ന് വേണ്ട, പദാർത്ഥത്തിന്റെ മൗലിക ഘടം എന്ന് പറയുന്ന ആറ്റം പൊളിച്ചു നോക്കി അതിന്റെ ഉള്ളിൽ പോലും ഇടമുണ്ട്. ഇലക്ട്രോണും പ്രോട്ടോണും അങ്ങനെ 2 എണ്ണം ഉണ്ട്. പോസിറ്റീവ് ചാർജ് ഉള്ള ഒന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ നെഗറ്റീവ് ചാർജ് ഉള്ള ഒന്നുണ്ട്. വമിൻ കുല്ലിൻ ഖലഖ്നാ സൗജൈൻ, എല്ലാറ്റിനെയും അള്ളാഹ് സൃഷ്ടിച്ചിട്ടുള്ളത് മെയിൽ ആൻഡ് ഫീമെയിൽ എന്നുള്ള ഒരു പാറ്റേണിലാണ്. അപ്പൊ ആടില് 1 ജോഡി അത് ലഇനാണ്, അതൊരു വശം. ആടില് മറ്റൊരു ജോഡി ഒരാണും പെണ്ണും, അത് മഅസാണ്. പിന്നെ അതേമാതിരി വമിനൽ ഇബ്ലിസിനെയും, ഒട്ടകത്തില് ഇബില് അതിൽ 2 എണ്ണം ഉണ്ട്, ആണും പെണ്ണും ഉണ്ട്. അധികം നമ്മൾ കാണുന്നത് പെണ്ണുങ്ങളായിരിക്കും. പിന്നെ അതിൽ ആണുണ്ടാകും. ആണിനെ പോയി വളർത്തുന്ന ആൾക്കാർ അതിനെ വേറെ തന്നെയാണ്. അതിന് വിത്ത് കാള എന്ന് പറഞ്ഞ മാതിരി അതിന് വേറെ തന്നെയാണ് കൊണ്ടു നടക്കുന്നത്. വമിനൽ ബഖരിസിനെയും, അതുപോലെ തന്നെ അടുത്തെന്ന് പറഞ്ഞ പശുവിൽ നിന്നാണ്. ഇങ്ങനെ സമാനിയത്ത് അസ്വാജ്, 8 ജോഡികൾ, ആണും പെണ്ണുമായിട്ട് 8 എണ്ണം. ആടിൽ നിന്ന് 4, പശുവിൽ നിന്ന് 2, ഒട്ടകത്തിൽ നിന്ന് 2. ഈ പറഞ്ഞതാണ്. അത് സൂറത്തുൽ അൻആമിൽ അല്ലാഹ് വിശദീകരിച്ചിട്ടുണ്ട്. വഖസ്സഹാ ബിദ്ദിക്ർ മാ അന്നഹു അൻസല ലിമസാലിഹി ഇബാദിഹി മിനൽ ബഹായിമി ഗൈറഹ. വഖസ്സഹാ ബിദ്ദിക്ർ,
ഇവയെക്കുറിച്ച് അള്ളാഹു പ്രത്യേകം എടുത്തു പറഞ്ഞു. ഒരു സ്പെഷ്യൽ റെഫറൻസ് അള്ളാഹ് ഇവിടെ നടത്തി. അത്തഫിനുള്ളതാണ്. ഹാസായിട്ട് പറഞ്ഞു, സ്പെഷ്യൽ റെഫറൻസ് നടത്തി. ഹസന്റെ ഫാളിൽ അള്ളാഹുവിലേക്ക് മടങ്ങുന്ന ലമീറാണ്. ദിക്ർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരാമർശം, പ്രത്യേകമായ പരാമർശം നടത്തി. മാ അന്നഹു അൻസൽ, അതോടൊപ്പം അള്ളാഹു ഇറക്കിയിട്ടുണ്ട്. അവന്റെ കൽപ്പന ഇറക്കി, കൽപ്പനയിലൂടെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട്. ലി മസാലിഹി ഇബാദിഹി, അവന്റെ അടിയാറുകളുടെ മസ്ലഹത്തുകൾക്ക് വേണ്ടി, നന്മകൾക്ക് വേണ്ടി. മസാലിഹ് നമ്മുടെ നന്മകൾ, നമ്മുടെ ഇൻട്രസ്റ്റ്, നമ്മുടെ താല്പര്യങ്ങൾ, നമ്മുടെ ലക്ഷ്യങ്ങൾ, നമ്മുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി അള്ളാഹ് സൃഷ്ടിച്ചിട്ടുണ്ട്. മിനൽ ബഹായിം, കന്നുകാലികളിൽ നിന്ന്, മിണ്ടാപ്രാണികളിൽ നിന്ന്. ബഹീമത്ത് ബഹായിം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതിന് സാധാരണ മിണ്ടാപ്രാണി എന്നാ പറയാം. മിണ്ട എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ശബ്ദം ഉണ്ടാക്കുക എന്നുള്ളതല്ല. ഒരു ഭാഷ, വകതിരിവിന്റെ ഭാഷ ഉപയോഗിക്കുക, അതാണ് മിണ്ടല്. വകതിരിവിന്റെ ഭാഷ അതില്ലാത്തത് കൊണ്ടാണ്. അവക്ക് വകതിരിവുണ്ടെങ്കിലല്ലേ വകതിരിവിന്റെ ഭാഷ ഉണ്ടാവുള്ളൂ. അവക്കുണ്ടാകുന്ന ഭാഷ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവയുടെ ജീവിത സന്ധാരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിന് ആവശ്യമായിട്ടുള്ള ആഹാരം, ആവാസം, ആത്മരക്ഷ, പ്രജനനം, ഇങ്ങനെയുള്ള അടിസ്ഥാന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ട ഒച്ചുണ്ടാക്കാനായിട്ട് ഞങ്ങൾക്ക് അറിയുള്ളൂ. അതല്ലാത്ത മറ്റ് തിരിച്ചറിവുകൾ, ആ തിരിച്ചറിവുകളുടെ ഭാഷ അവക്കില്ല. അതുകൊണ്ട് അവയെ നമ്മൾ മിണ്ടാപ്രാണി എന്ന് പറയും. തിരിച്ചറിവില്ല എന്നാണ് അതിന്റെ അർത്ഥം. ഈ തിരിച്ചറിവില്ലാത്ത, വകതിരിവില്ലാത്ത അൻബഹായിമുകളിൽ നിന്ന് വേറെയും അള്ളാഹ് ഇറക്കിയിട്ടുണ്ട്, അള്ളാഹ് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ മനുഷ്യൻ ഏറ്റവും അധികം ഉപയോഗിക്കുന്നതും മനുഷ്യൻ ഏറ്റവും അധികം ഉപകാരമുള്ളതുമായിട്ടുള്ള ഈ 8 കാര്യം ഇവിടെ ഒരു സ്പെഷ്യൽ റെഫറൻസ്, ഒരു പ്രത്യേക പരാമർശം നടത്തി എന്ന് മാത്രം. ലികസറത്ത് നഫ്ഇഹ, ഇവയുടെ ഉപകാരം അത്രയും കൂടുതലാണ്. ഏത് ദിവസ ഇത് നമ്മൾ ഉപയോഗിക്കാത്തത്? ഇപ്പൊ ഇത് കഴിഞ്ഞാൽ ഇറങ്ങിയാൽ പാലുള്ളൊരു ചായ കിട്ടണം. ഇത് വേണ്ടേ? ഒന്നുകിൽ ആടുവാണ്, അല്ലെങ്കിൽ ഒട്ടകമാണ്, അല്ലെങ്കിൽ പശുവാണ്. നിർബന്ധമാണ്. ഇനി അതല്ലെങ്കിൽ അതിക്കൊരു കറി വിട്ടണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആണെങ്കിൽ അതിന് വേണ്ട എന്തെങ്കിലും തൈര് വേണം, അതല്ലെങ്കിൽ പനീർ വേണം. ഒക്കെ അതിൽ നിന്ന് തന്നെയല്ലേ, പാലിൽ നിന്നല്ലേ ഉണ്ടാക്കുന്നത്. അപ്പൊ അവയുടെ അതുകൊണ്ടുള്ള നമ്മുടെ ബെനഫിറ്റ്സ്, അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന പ്രയോജനം അത്രയും കൂടുതലാണ്. കസറത്ത് അത്രയും കൂടുതലാണ്. അതുകൊണ്ടാണ് അവയെക്കുറിച്ച് പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞത്. വഅമൂമി മസാലിഹിഹ, അതുപോലെ തന്നെ അവയെ കൊണ്ടുണ്ടാകുന്ന മസ്ലഹത്തുകൾ, അവയെ കൊണ്ടുണ്ടാകുന്ന നന്മകൾ അത്രയും ആമാണ്. അത് ഏതെങ്കിലും വിഭാഗത്തിനല്ല, അത് ഏത് പാവപ്പെട്ടവന്റെ പേരിലും പാലുണ്ടാവും. കുട്ടിക്ക് ഒരു ഗ്ലാസ് പാല് കൊടുക്കാത്ത പാവപ്പെട്ട വീടുണ്ടാവില്ല. സമ്പന്നരുടെ കൊട്ടാരങ്ങളിൽ മാത്രമല്ല, പാവങ്ങളുടെ കുടിലുകളിലും ഈ പാലുണ്ട്. പാലും അതിന്റെ ഡെറിവേറ്റീവ്സും അതിന്റെ ബൈ പ്രോഡക്ട്സും ഉറപ്പായിട്ടുണ്ട്. അപ്പൊ അത് എല്ലാവർക്കും വ്യാപകമായിട്ട് അതിന്റെ മസ്ലഹത്തുള്ളതിനാൽ, അതിന്റെ നഫ്അ്, അതുകൊണ്ടുള്ള പ്രയോജനം അത്രയും അധികമായതിനാൽ അവയെക്കുറിച്ചുള്ള പരാമർശം പ്രത്യേകമായി അള്ളാഹു കൊണ്ടുവന്നു. വലി ഷറഫിഹ, അവക്ക് ഒരു ഷറഫുണ്ട്, ഒരു ശ്രേഷ്ഠതയുണ്ട്. അത് വേറൊന്നിനും കിട്ടൂല. വലി ഇഖ്തിസാസിഹ ബി അശ്യാ ലാ യസ്ലുഹു ഗൈറുഹ. വലി ഇഖ്തിസാസിഹ മാത്രമല്ല, ആ പറഞ്ഞിട്ടുള്ള ഈ 8 ജോഡികളെ പറഞ്ഞല്ലോ, അവക്ക് ഒരു ഹാസിയത്തുണ്ട്. ബി അശ്യ, കുറെ കാര്യങ്ങൾ അവക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. ഇഖ്തിസാസ് അവയുടെ പ്രത്യേകമായിട്ടുള്ള കഴിവാണ്. ബി അശ്യ, ചില കാര്യങ്ങളിൽ ഒട്ടകങ്ങൾക്ക് ചുമടുകൾ വഹിക്കാൻ പറ്റും. അതുപോലെ തന്നെ ആട്, അതിന് പാല് മാത്രമല്ല, അതിന്റെ മാംസം അത്രയും പ്രധാനപ്പെട്ടതാണ്. പശു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പാല് അത് വളരെ പുകഴ്ത്തിയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഹദീസിൽ വന്നിട്ടുണ്ട്. എന്നാൽ പശുവിന്റെ മാംസം ചിലപ്പോ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ ചില പ്രത്യേക കാലങ്ങളിൽ അതിന്റെ മാംസത്തിന് ബുദ്ധിമുട്ടുണ്ടാകും. ആടിൻ്റെത് ഏത് കാലത്തും ഒരുപോലെ പറ്റും, യാതൊരു പ്രശ്നമല്ല. ഒട്ടകത്തിന്റെ പാല് മാത്രമല്ല, ആ ഒട്ടകത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെയും പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ചുമടുകൾ വഹിച്ചിരുന്നത് അതല്ലേ, ഇപ്പോഴല്ലേ ഇത് വന്നത്. എന്നാൽ ഇപ്പോഴും ചില ഏരിയകളിലൂടെ പോകണമെങ്കിൽ ഒട്ടകമോ അല്ലെങ്കിൽ കുതിരയോ തന്നെ വേണം. അല്ലാതെ അതിലേക്ക് നമ്മൾ ഉണ്ടാക്കുന്ന ഏത് ഓഫ് റോഡ് വണ്ടി വന്നാലും കയറാത്തടത്ത് ഒട്ടകം കയറും, ഭാരം വഹിച്ചുകൊണ്ട് കയറും. അപ്പോ ലാ യസ്ലുഹു ഗൈറുഹ, വേറുള്ള ഒന്നും അതിന് പറ്റൂല. അത് മാത്രമല്ല, ദീനിയായിട്ടുള്ള അവക്കൊരു ഷറഫുണ്ട്. ആ ഷറഫ് എന്താന്ന് ചോദിച്ചാൽ അള്ളാഹിനെ ഷിആറാക്കി വെച്ചിട്ടുള്ളത് ഇവയാണ്.
ഹജ്ജിന്റെ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് ഇവയാണ്. ആടിനെ പറഞ്ഞിട്ടുണ്ട്, ഒട്ടകത്തെ പറഞ്ഞിട്ടുണ്ട്. അതിന് നിങ്ങൾക്ക് വൽ ബുദ്ന ജഅൽനാഹാ ലക്കും മിൻ ശാഇരില്ലാഹ്. ബുദ്ന് ഒട്ടകാണ്. ഈ ഒട്ടകത്തെ അള്ളാഹു അവന്റെ ഒരു മതചിഹ്നമാക്കിയിട്ട് നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. അതൊക്കെ അവയുടെ ഷറഫിലേക്ക് സൂചിപ്പിക്കുന്നു. അതിന് അവയെ മാത്രമേ പറ്റുള്ളൂ. ആ ഈ ഒട്ടകത്തെ മാറ്റിയിട്ട് നമുക്കൊരു മാനിനെ ഹദിയ കൊടുക്കാൻ പറ്റുമോ? നമുക്ക് പിന്നെ ഉദ്ഹിയ്യത്ത് ഇറക്കാൻ പറ്റുമോ? ഹജ്ജിന് പോകുന്ന ആളുകൾ ഹജ്ജിൽ ചെയ്യേണ്ട ബലികർമ്മമാകട്ടെ, നാട്ടിലുള്ള ആളുകൾ നാട്ടിൽ വെച്ച് ചെയ്യുന്ന ഉദ്ഹിയ്യത്താകട്ടെ, അല്ലെങ്കിൽ അഖീഖ ആകട്ടെ, അതിലൊക്കെ നമുക്ക് ആടിനേക്കാളും മുന്തിയ ഇറച്ചിയാണ്. ആടിനേക്കാളും നല്ല കൊഴുപ്പുണ്ട്, കാണാൻ ചൊറുക്കുണ്ട്. അതുകൊണ്ട് ഞാൻ മാനിനെയാണ് കൊടുക്കണത്. ഉദ്ഹിയ്യത്താവില്ല, അഖീഖ ആവില്ല. അത് ഇതിനെ നമുക്ക് അള്ളാഹ് ഇതിനെ പിന്നെ ഹജ്ജ് പോലുള്ള കാര്യങ്ങൾക്കുള്ള ഷിആറാക്കിയിട്ട് ചിഹ്നമാക്കിയിട്ട് വെച്ചിട്ടുമില്ല. അതുകൊണ്ട് ഇവക്ക് ഷറഫുണ്ട്, അവക്ക് ഇഖ്തിസാസ് ഉണ്ട്, അവക്ക് ഒരു സവിശേഷത ഉണ്ട്. ആ പർട്ടിക്കുലാരിറ്റി അതിന് മാത്രമേ ഉള്ളൂ, ആ പെക്കുലാരിറ്റി അതിന് മാത്രമേ ഉള്ളൂ. ലാ യസ്ലുഹു ഗൈറുഹ, മറ്റുള്ളവ അതിന് പറ്റൂല. കൽ ഉദ്ഹിയ്യത്തി വൽ ഹദി വൽ അഖീഖ. ഉദ്ഹിയ്യത്തിന്, ഹദിയിന്, ഹദിയ പറഞ്ഞാൽ ഉദ്ഹിയ്യത്തെ നമുക്കറിയാം. ഹദിയ എന്ന് പറഞ്ഞാൽ ഹജ്ജിന് പോകുമ്പോൾ നമ്മൾ കൊണ്ടുപോകുന്ന ബലിമൃഗമാണ് ഹദി. ഹഖീഖത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടി. ആ വാക്കിപ്പോ ഒന്ന് ശ്രദ്ധിച്ചേക്ക്. ഇനി ഹഖീഖത്തെ ഹ ആയിട്ട് ഉച്ചരിക്കരുത്. അക്കീക്ക ചിലപ്പോ അക്കീക്ക പിന്നെ അതൊന്നുമല്ല, വാക്കിതാണ്, അയിനാണ്. അഖീഖത്തുൻ, അഖീഖ കൊടുക്കാൻ, ഹജ്ജിനുള്ള ഹദി ബലിമൃഗത്തെ കൊണ്ടുപോകാൻ, നാട്ടിലുള്ള ആളുകൾ അവര് ബലി നൽകുന്ന ഉദ്ഹിയ്യത്തിന്, അതിനൊക്കെ അല്ലാഹ് ഇവയെ പറ്റുള്ളൂ, അല്ലാത്തിനെ പറ്റൂല. നമുക്ക് വേറെ കോഴിനെ കൊടുക്കാൻ പറ്റൂല, അല്ലെങ്കിൽ മാനിനെ കൊടുക്കാൻ പറ്റൂല, അല്ലെങ്കിൽ കാട്ടുപോത്തിനെ കൊടുക്കാൻ പറ്റൂല. ഇത് ഈ പറഞ്ഞതിനേ പറ്റുള്ളൂ. ഇപ്പൊ വുജൂബി സക്കാത്ത് ഫിഹ, അവയിലാണ് അള്ളാഹു സക്കാത്ത് നിയമാക്കിയത്. വേറെയുള്ള പല മൃഗങ്ങളും ഉണ്ടാവും, പക്ഷെ അതിലെന്തില്ല, കാലികളുടെ സക്കാത്ത് എന്ന് പറഞ്ഞ കൂട്ടത്തില് ഞാൻ 150 മാനിനെ വളർത്തുന്നുണ്ട്. എനിക്ക് സക്കാത്ത് ഉണ്ടോ? മാനിന് സക്കാത്ത് വരില്ല. ആ മാനിനെ ഞാൻ പൈസയായിട്ട് കൺവെർട്ട് ചെയ്തു. അതിന് ഞാൻ 10 അറുത്തിട്ട് അത് പിന്നെ കുറച്ച് അവിടെ ഇവിടെയൊക്കെയുള്ള സൂപ്പർ മാർക്കറ്റ് കൊടുത്തു, പൈസയായി. പൈസയായി വന്ന പൈസക്ക് സക്കാത്തുണ്ട്, അതിന് കൊടുക്കേണ്ടി വരും. അല്ലാതെ 40 മാൻ തികഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഇത്ര മാൻ, അല്ലെങ്കിൽ 30 മാൻ തികഞ്ഞ അതിൽ നിന്ന് ഇത്ര മാൻ സക്കാത്ത്, അങ്ങനെയൊന്നുമില്ല. ആ മാനായിട്ട് നിലനിൽക്കുന്നിടത്തോളം കാലം അതിന് സക്കാത്തേ വരൂല. അത് നമ്മള് കച്ചവടം നടത്തി വിറ്റിട്ടോ മാംസാക്കിയിട്ടോ വേറെ ഏതോ രൂപത്തിൽ അത് നമ്മുടെ പിന്നെ മണിയായി അല്ലെങ്കിൽ നമ്മുടെ നാണയമായിട്ട് അത് മാറിയാൽ നമ്മുടെ ആ വർഷത്തെ നാണയത്തിലേക്ക് അതിനെ ചേർത്തിട്ടാണ് സക്കാത്ത് കൊടുക്കേണ്ടി വരിക. അപ്പൊ സക്കാത്തുള്ള സ്വത്തല്ല ഇത്. സക്കാത്തിൽ നിർബന്ധമുള്ളത് ഇങ്ങനെയുള്ള വളരെ ആമായി നമ്മൾ ഉപയോഗിക്കുന്നതാണ്. പശുവിന് സക്കാത്തുണ്ട് പറഞ്ഞിട്ടുണ്ട് ഹദീസിൽ. ആടിന് സക്കാത്തുണ്ട് പറഞ്ഞിട്ടുണ്ട്. ഇത്ര എണ്ണ ഉണ്ടെങ്കിൽ കൊടുക്കണം, ഇത്ര എണ്ണാണ് കൊടുക്കേണ്ടത്. അതിന്റെ നിസാബ് പറഞ്ഞിട്ടുണ്ട്. സക്കാത്ത് നിർബന്ധമാകുന്ന ഏറ്റവും കുറഞ്ഞ പരിധി എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പശുവിൽ പറഞ്ഞിട്ടുണ്ട്, ആടിൽ പറഞ്ഞിട്ടുണ്ട്, ഒട്ടകത്ത് പറഞ്ഞിട്ടുണ്ട്. അതല്ലാതെ പറഞ്ഞിട്ടില്ല. അപ്പൊ അതൊക്കെ അതിനുള്ള ഷറഫ് കൊണ്ടും അതിന്റെ ഇഖ്തിസാസ് കൊണ്ടും തന്നെയാണ്. വഖ്തിസാസിഹ ബിദ്ദിയ, അതുപോലെ തന്നെ വഖ്തിസാസിഹ, ഇതിന് മാത്രമുള്ള, ഇതിന് ഖാസായിട്ടുള്ള, ഇതിന്റെ പെക്കുലാരിറ്റിയിൽ പെട്ടതാണ് ബിദ്ദിയത്തി, ദിയത്ത് കൊടുക്കുക, റിഡീം ചെയ്യാൻ വേണ്ടി ബ്ലഡ് മണി കൊടുക്കുന്നത് ഇതിന് ഇതേ പറ്റുള്ളൂ. അല്ലാതെ വേറൊന്നും കൊടുക്കാൻ പറ്റൂല. ആനനെ കൊടുക്കാൻ പറ്റും. ഞാൻ ആനുള്ള മുതലാളിയാണ്, അതുകൊണ്ട് എന്താ വെച്ചാൽ എന്റെ അടുക്കൽ അബദ്ധത്തിൽ ഒരാളെ വധിച്ചു പോയി. ആ വധിച്ചതിനുള്ള ബ്ലഡ് മണി ആയിട്ട് ഞാൻ ഇത്ര ഒട്ടകം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ആ ഒട്ടകത്തെ അല്ലാതെ ആന കൊടുത്താൽ തീരൂല. അങ്ങനെയുള്ള ഇപ്പൊ ദിയത്തിന്റെ കാര്യത്തിലാകട്ടെ, സക്കാത്തിന്റെ കാര്യത്തിലാകട്ടെ, അഖീഖ, ഹദിയ, ഉദ്ഹിയ്യ പോലുള്ള കാര്യത്തിലാകട്ടെ, അതുപോലെ അള്ളാഹു മതചിഹ്നമാക്കി വെച്ചിട്ടുണ്ട് ഹജ്ജ് പോലെയുള്ള കർമ്മങ്ങളിൽ എന്നുള്ളതാകട്ടെ, ഇങ്ങനെയുള്ള ഷറഫ് അതിനുണ്ട്. ഇങ്ങനെയുള്ള പിന്നെ ഇഖ്തിസാസ്, സവിശേഷമായിട്ടുള്ള പിന്നെ ഒരു സ്വഭാവം അതിനുണ്ട്. അതുകൊണ്ട് തന്നെ ഇവയെ പ്രത്യേകമായിട്ട് പറഞ്ഞു. അല്ലെങ്കിൽ വേറെയും കാര്യങ്ങൾ നമുക്ക് ഉപകാരമുള്ളതുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ സമാനിയത്വ സുവാജിന്റെ കാര്യം പ്രത്യേകം ഖുർആൻ എടുത്തു പറഞ്ഞത്? ഹസ്സ ബിദ്ദിക്ർ ലിശറഫിഹ വഖ്തിസാസിഹ. എന്താണ് അതിന്റെ ഷറഫും ഇഖ്തിസാസും? അതിന്റെ ഷറഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് യസ്ലുഹു ലിൽ ഉദ്ഹിയ്യ വൽ ഹദി വൽ അഖീഖ വതജിബു ഫിഹാ സക്കാ വലഹ ഇഖ്തിസാസും ബിദ്ദിയ.
ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതെന്താന്ന് ചോദിച്ചാൽ ഉദ്ഹിയ്യത്തിന് പറ്റും, ഹദിയിന് പറ്റും, അഖീഖക്ക് പറ്റും. അവയിൽ സക്കാത്ത് നിർബന്ധമാണ്. ദിയ കൊടുക്കണമെങ്കിൽ അതേ പറ്റുള്ളൂ, വേറുള്ളത് പറ്റൂല. പിന്നെ ഇനി അതിനുശേഷം വലമ്മ ذكر خلق أبينا وأمنا ذكر ابتداء خلقنا. നമുക്ക് സമയമായിട്ടുണ്ടെങ്കിൽ നിർത്താം. എത്രയായി? ആയല്ലോ അല്ലേ? നമുക്ക് നിർത്താം. ഇതിന്റെ ബാക്കി ഭാഗം ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വായിക്കാം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.